ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം, കുറേ കാലമായി നമ്മുടെ മുംബൈ ഫിലിം ഇൻഡസ്ട്രി പലതരത്തിലുള്ള വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നെപ്പോട്ടിസം വളരെ കൂടുതലാണെന്നാണ്. മറ്റു ചിലരോ ഇവിടെ ഡ്രഗ്സിൻ്റെ ഉപയോഗം കൂടുതലാണെന്നും, ചിലർ നിറത്തിൻ്റെ പേരിലും ചിലർ മതത്തിൻ്റെ പേരിലും വിമർശനങ്ങൾ പറയുന്ന സമയത്തും ഇരുട്ടിൽ ഒരു ദീപം പോലെ തെളിഞ്ഞ ഏത് വിമർശനങ്ങളെയും നേരിടുന്ന ഒരു വ്യക്തി, അങ്ങനൊരു ഫിലിം സ്റ്റാർ ഉണ്ട്. അദ്ദേഹത്തെ ജനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തെ ഒരു സുഹൃത്തായി കരുതുന്നു. പലരും ക്ഷേത്രങ്ങൾ വരെ നിർമ്മിക്കുന്നു. പക്ഷേ ജനങ്ങളുടെ സ്നേഹം കൂടുമ്പോൾ, പ്രശസ്തി കൂടുമ്പോൾ വിമർശനങ്ങളും കൂടാറുണ്ട്, പല ചോദ്യങ്ങളും ചോദിക്കും. സോ പ്ലീസ് വെൽക്കം റിയൽ ലൈഫ് ഹീറോ സോണു സൂദ്. Thank you so much, sir. ഈ കയ്യടി തുടർന്നുകൊണ്ടേയിരിക്കുക. ആപ്കി അദാലത്തിന്റെ ഇന്നത്തെ ഈ വിചാരണയ്ക്ക് നമ്മുടെ ജഡ്ജി രാജ്യസഭാ മെമ്പറാണ്. ഇദ്ദേഹം വളരെ പ്രശസ്തനുമാണ്. വിക്രം ജി സിംഗ് സാണി. പിന്നെ നമ്മുടെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ്, കുറ്റങ്ങൾ ആരോപിക്കുന്നതിന് മുൻപ് ഇന്നത്തെ നമ്മുടെ ജഡ്ജിയോട് വിചാരണയ്ക്കുള്ള അനുവാദം നമുക്ക് ആദ്യം ചോദിക്കാം. അനുവദിക്കുന്നു. ശരി, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ സോണു സൂദിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ഞാൻ നല്ല നെർവസ് ആണ്. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ സോണു സൂദിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനാണ് പ്രവർത്തിക്കുന്നത്. സോണു, ഇക്കാര്യം സത്യമാണോ? താങ്കളുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ കടയിൽ താങ്കൾക്ക് തുണി അളക്കാനുള്ള ജോലി തന്നെന്ന്, പിന്നെ താങ്കൾ എഞ്ചിനീയർ ആണോന്ന് പറഞ്ഞുകൊണ്ട് കടയിലെ ജോലി വിട്ടിട്ട് പോയെന്നും കേട്ടു. എൻ്റെ അച്ഛൻ എപ്പോഴും പറയും അത് പഠിത്തം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ നാഗ്പൂരിലോട്ട് എഞ്ചിനീയറിംഗ് ചെയ്യാനായിട്ട് പോയിരുന്നു. ഞാനങ്ങനെ വിചാരിച്ചില്ല, അതായത് തിരിച്ച് ഞാനൊരു ആക്ടർ ആവുമെന്നോ അല്ലെങ്കിൽ ഷോപ്പിൽ വന്നിരിക്കുമെന്നൊക്കെ, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമെന്നൊക്കെ. താങ്കൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പോയി. അതെ. പക്ഷേ താങ്കൾ ടിക്കറ്റ് ഇല്ലാതെ മുംബൈയിലേക്ക് വന്നു ചേർന്നു. അൺറിസർവ്ഡ് ടിക്കറ്റിലാണ് പോയത്. പിന്നെ അവിടെ ചെന്ന ടിക്കറ്റ് മേടിച്ചതൊക്കെ റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു മൂലയിൽ ഇരുന്നുകൊണ്ടാണ് മുംബൈക്ക് വന്ന് ചേർന്നതൊക്കെ. TTR പിടിച്ചോ? TTക്ക് കുറച്ച് കാശ് കൊടുത്തിട്ട് ഞാൻ പോയൊരു മൂല കുത്തിപ്പിടിച്ചിരുന്നു അങ്ങോട്ട്. പിന്നെ മുംബൈയിൽ വന്നതിന് ശേഷവും താങ്കൾ വാച്ച്മാന് പൈസ കൊടുത്തിട്ട് സ്റ്റുഡിയോക്കകത്തേക്ക് പോയി അല്ലേ? ഫിലിം സിറ്റിയിലോട്ട് പോയപ്പോൾ ജനങ്ങൾ പറഞ്ഞത് ഉള്ളിലോട്ട് അലോ ഇല്ലെന്നൊക്കെയാണ്. പിന്നെ ഞാൻ കുറച്ച് ആക്ടറിനെ പോലെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങോട്ട് ഒരു എൻട്രി തന്നേക്കെന്നും പറഞ്ഞ്, പക്ഷേ അവസാനം എന്നെ അവിടെ ഫിലിം സിറ്റി പിടിച്ചു നിർത്തി. ഫിലിം സിറ്റിയിൽ പോകണമെന്നും പറഞ്ഞ് ഞാൻ അവിടെ ഒരു 15-20 മിനിറ്റ് അങ്ങനെ തന്നെ പിടിച്ചു നിന്നുകൊണ്ടിരുന്നു. 200-400 രൂപ കൊടുത്താണ് ഞാൻ അങ്ങോട്ട് കയറിപ്പോയതൊക്കെ. സെറ്റിലോട്ട് ഞാൻ കയറിപ്പോയപ്പോൾ എന്താ വിചാരിച്ചോണ്ടിരുന്നതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ഈ ഷൂട്ടിംഗ് ഒക്കെ പൊക്കോണ്ടിരുന്നു. അവിടെ വെറുതെ പോയി നിൽക്കുമ്പോൾ ഡയറക്ടർമാരാരെങ്കിലും കണ്ട് കാണുമ്പോൾ കുറച്ച് ആക്ടറിനെ പോലെ ഉണ്ട്, അതുകൊണ്ട് ഇവന് പണി കൊടുക്കാന്നൊക്കെ പറഞ്ഞിങ്ങനെ. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ തിരിച്ച് പിന്നെയും വീട്ടിലോട്ട് തന്നെ വന്നു ഫിലിം സിറ്റിയിൽ നിന്നിട്ട്. സോ അന്ന് അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് തീരുമാനിച്ചത് സിനിമയിൽ ചാൻസ് കിട്ടുന്ന അത്ര എളുപ്പമല്ല, ഒരുപാട് കഷ്ടപ്പെടണമെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായതൊക്കെ. പക്ഷേ എൻ്റെ പക്കൽ താങ്കളുടെ 97-ലെ ഫോട്ടോയുണ്ട്. ഓ, ആ ഫോട്ടോ കണ്ടിട്ട് താങ്കൾ ആ പയ്യൻ ഫിലിമിൽ സ്റ്റാർ ആകുമോ ഇല്ലയോ എന്ന് ഒന്ന് ഉറപ്പിച്ച് പറയണം. ഇപ്പോൾ പറയൂ, ഇത് കണ്ടതിന് ശേഷം താങ്കൾക്ക് ഹീറോ ആകുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു? സർ, എല്ലാവരും പറയില്ലേ ഈ വിശ്വാസം മാത്രമാണ് ലോകത്തുള്ള ഒരു ബെസ്റ്റ് എന്ന്. ആ വിശ്വാസം കൊണ്ടാണ് പോയത്. പിന്നെ ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ പകുതി പേര് അങ്ങോട്ട് എണീറ്റ് ഓടിപ്പോവും. അതിനുശേഷം താങ്കൾ അഭിനയിക്കാൻ പോയത് തമിഴിലും തെലുങ്കിലുമാണ്. അതെ സർ. ഞാൻ ഈ ബെഗേഴ്സ് ആർ നോട്ട് ചൂസേഴ്സ് എന്നുള്ളത് അറിയത്തില്ലായിരുന്നു സർ. പിന്നെ എനിക്ക് ഒരു വലിയൊരു ഓഫർ വന്നിരുന്നു. അപ്പം ഞാനെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, വില്ലൻ ഓഫറൊക്കെ തരുന്ന ഇവർക്കൊരു വിഷൻ ഇല്ലല്ലോ എന്നൊക്കെ. ഈ ഡയറക്ടർക്കൊന്നും അറിയില്ല ഈ ചെറുക്കൻ ഹീറോ ആവാൻ വന്നതാണെന്നുള്ളത്. പക്ഷേ ക്യാമറയ്ക്ക് എതിരെ വന്നല്ലേ പറ്റൂ ഞാൻ. അപ്പോഴാണ് ഞാൻ ചെന്നൈയിലോട്ട് വന്നതൊക്കെ. ഫസ്റ്റ് ഫിലിം ഞാൻ ചെയ്തു, ആ സിനിമ നല്ലപോലെ ഹിറ്റായിരുന്നു. പിന്നെ അന്നോട്ട് എനിക്ക് നെഗറ്റീവ് റോൾസ് ആയിരുന്നു ഒരുപാട് കിട്ടാനായിട്ട് ആരംഭിച്ചതൊക്കെ, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് സത്യമല്ലേ,
റോള് തരുന്ന സമയത്ത് അവർ താങ്കളുടെ ആക്ടിങ് കണ്ടില്ല. ഇല്ല സാർ, ഇല്ല. അവരെന്നെ കണ്ട ഒരു ഫസ്റ്റ് ലുക്ക് എന്താണെന്ന് വെച്ചാൽ മറ്റേ ഹൈറ്റും ബോഡിയൊക്കെ ഉണ്ട്. വില്ലനുള്ള ഒരു ഹൈറ്റും ബോഡിയൊക്കെ ഉള്ളതുകൊണ്ട് ആ റോള് കൊടുക്കാമെന്ന് വിചാരിച്ചു അവർ. അഭിനയിച്ച് ഞാൻ പഠിച്ചു സാർ. ഇപ്പോൾ ഒരളവിന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആരംഭം മൊത്തം ലുക്ക് വൈസ് ആണ് അവർ തന്നത്. നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഇതുകൊണ്ടാണ് സൗത്ത് ഫിലിം ചെയ്തതെന്ന്. കാരണം കോളേജിൽ വെച്ച് താങ്കൾ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് അത് തെലുങ്ക് പെണ്ണായിരുന്നു. അത് പിന്നെ സാർ, അത് പിന്നെ ഒരു ആക്സിഡൻ്റൽ പണി അങ്ങോട്ട് നടന്നതാണ്. ഞാൻ എപ്പോഴാണോ സൊണാലിയെ കണ്ടത് അപ്പോൾ അവളൊരു തെലുങ്ക് കൊച്ചാണ്. അന്ന് ഞാൻ ഫിലിമിൽ കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പറയുമല്ലേ, അതായത് തലയെഴുത്ത് ഒന്നും വിട്ടുവയ്ക്കത്തില്ല, എവിടെയാണെങ്കിലും ഇങ്ങോട്ട് തന്നെ വന്ന് ചേർക്കത്തുള്ളൂ എന്ന്. പിന്നെ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യൻസ് ആണ് കുറച്ചുകൂടെ പഞ്ചാബീസിനേക്കാൾ നല്ലപോലെ സിനിമ എൻജോയ് ചെയ്ത് കാണുന്നതെന്നുള്ള കാര്യം. ഞാൻ പഞ്ചാബിലോട്ട് വരുമ്പോൾ അമ്മ പറയും ഇവൻ സൗത്തിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ആ ജനങ്ങൾ പറയും സിനിമയിൽ അഭിനയിക്കുന്നതല്ലേ, പക്ഷേ ഒരിക്കലും സിനിമ കണ്ടിട്ടില്ലല്ലോ. പിന്നെ പതിയെ അറിഞ്ഞതും ജനങ്ങൾക്ക് മനസ്സിലായി ഞാൻ സിനിമ അഭിനയിക്കുന്നുണ്ട്, ടൈം പാസ് ചെയ്യുമല്ലെന്ന്. അർജുനന് ശേഷം സർ, താങ്കളുടെ ഗ്രാമത്തിലുള്ളവരും കുടുംബത്തിലുള്ളവരും താങ്കൾ ഒരു ഹീറോ ആവുമെന്ന് കരുതിയല്ലേ? സർ. പക്ഷേ താങ്കളൊരു വില്ലനായിട്ടല്ലേ മാറിയത്? റൈറ്റ്. അപ്പോൾ അത് താങ്കൾക്ക് ഒരു നാണക്കേടായിട്ട് തോന്നിയില്ല? സർ, ആദ്യം എൻ്റെ ഡയറക്ടർ അഭിനവ് കശ്യപ്, അദ്ദേഹമാണ് എൻ്റെ ഡയറക്ടർ. അദ്ദേഹം മണിരത്നത്തിൻ്റെ യുവ എന്ന് പറഞ്ഞ ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അദ്ദേഹം എന്നെ ആദ്യം ഹീറോ റോളിലാണ് ചൂസ് ചെയ്തത്. കറക്റ്റ് എന്നെ ഒരു പോലീസ് ഓഫീസറിൻ്റെ റോളിലാണ് ഇട്ടത്. അപ്പോഴാണ് അവർ ദബങ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മറ്റേ ചെറി സിംഗിൻ്റെ റോൾ തന്ന് സൽമാൻ ചുൽബുൽ പാണ്ഡ്യയുടെ റോൾ എടുത്തു. ചെറി സിംഗിൻ്റെ റോൾ വന്നപ്പോൾ ഞാനത് ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അന്ന് അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ നല്ല റോളെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അദ്ദേഹത്തിന് കുറച്ച് എഴുതി കൊടുക്കും, ഡയലോഗ്സൊക്കെ കുറച്ച് മാറ്റി എഴുതും. അന്ന് എനിക്ക് കുറച്ച് എഴുതാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 2-3 ദിവസത്തെ ഒരു ഫുൾ സ്ക്രിപ്റ്റും ഡയലോഗും എല്ലാം എഴുതി കൊടുത്തിരുന്നു. അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു. അങ്ങനെ ചെയ്തതാണ് ദബങ് റിലീസായതൊക്കെ. അപ്പോൾ ചേതി സിംഗിൻ്റെ ഡയലോഗ് താങ്കളാണോ എഴുതിയത്? ഞാനാണ് സാർ എഴുതിയത്. ഞാൻ വലിയ സിനിമയിലൊക്കെ ഡയലോഗ് എഴുതും സാർ, പക്ഷേ ഞാൻ അതിൻ്റെ ക്രെഡിറ്റ് മേടിക്കത്തില്ല. പക്ഷേ അതിൻ്റെ ഒരുപാട് ഹിറ്റൊക്കെ ഞാനാണ് കൊടുത്തത് ഡയലോഗ് വഴി. എന്നെ സൽമാനാണ് വിളിച്ചുകൊണ്ട് പോയത്. അദ്ദേഹം എൻ്റെ അടുത്ത് എന്നാ പറഞ്ഞതെന്ന് വെച്ചാൽ, വാ നമുക്ക് കഴിക്കാൻ പോവാം, അവിടെ ഷൂട്ടിങ് സംഭവിക്കുന്നുണ്ട്, നിനക്കാണെങ്കിൽ ഹൈറ്റ് കൂടുതലാണല്ലോ, നീ കാറ് കംഫർട്ടബിളൊക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം. ഞാൻ പറഞ്ഞത് എന്താണ് സൽമാൻ, കുതബ് മിനാറിനും സോനു സൂദിനും ഏകദേശം ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പം അന്ന് അദ്ദേഹം ഇന്ന് ഡയലോഗ് കൊള്ളാലോ, എന്താ സിനിമയിൽ ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ട് എന്നിട്ട് അദ്ദേഹം അത് സിനിമയിലെടുത്ത് ഉപയോഗിച്ച്. ഗവൺമെന്റ് റൂളിനും ഛത്തീസിംഗിന്റെ കൈയുടെ പവറും കുറച്ച് കൂടുതലാണ്, ഇങ്ങനെയൊക്കെ എഴുതിയ ഡയലോഗാണ്. ആ സിനിമയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ്, സൽമാൻ ഖാന്റെ ഡയലോഗ്. അതെ, ഞാൻ പൊളിച്ച് കളഞ്ഞേക്കുന്നു. അതെ സാർ, അതാണ് എൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ട്. എനിക്ക് എഴുതുന്നതിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ അഭിനയോടെ കൂടെ ഇരിക്കാറുണ്ട്. അതിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നത്, അതായത് ഞാൻ എത്ര പൊളിക്കുന്നു നീ അതിൽ കൺഫ്യൂസ് ആവത്തുള്ളൂ എന്ന്. അവിടെ ഇവിടെയായിട്ട് കുറച്ച് റൈറ്റിങ്സ് ഒക്കെ ഉണ്ടാവും. എനിക്ക് എഴുതാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് സാർ. സോ ഞാൻ എഴുതാൻ പറയുമ്പോഴൊക്കെ എഴുതും. വില്ലൻ ക്യാരക്ടറിൽ താങ്കൾ ഹിറ്റായപ്പോൾ റിയൽ ലൈഫിൽ താങ്കൾ ഹീറോ ആവുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു? സാർ, ഞാൻ മുംബൈയിലോട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരുപാട് ഫിലിംസ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് 100 കോടി ബിസിനസ് ചെയ്യണമെന്ന്. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ജീവിതം എന്ന് വെച്ചാൽ ഇതാണ്. പിന്നെ കോവിഡ് വന്നപ്പോൾ ഞാൻ ജനങ്ങളുടെ കൂടെ കുറച്ച് മിങ്കിളാവാൻ ആരംഭിച്ചു. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇത് മനസ്സിലാക്കിയത്, ജീവിതത്തിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയുള്ള റോളാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിരുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. എൻ്റെ ഈ സിനിമ ദൈവങ്ങളായിരുന്നു ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അങ്ങനെ ഈ സിനിമ ഇപ്പോഴും നല്ലപോലെ റണ്ണിങ് ആണ് സാർ. എൻ്റെ അവസാന ശ്വാസം വരയ്ക്കിരിക്കും. ഈ സിനിമ നല്ലപോലെ ഓടണം, പിന്നെ എനിക്ക് ദൈവം ഒരുപാട് പണികൾ തരണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ സോനു, താങ്കൾ ഇങ്ങനെയുള്ള റോൾ ചെയ്യുന്നത് കൊണ്ട് പടത്തിലെ റോൾ മിസ്സായെന്ന് കേട്ടു. അതായത് ചിരഞ്ജീവി പറഞ്ഞു താങ്കളെ സിനിമയിൽ അടിക്കാൻ പറ്റത്തില്ല, കാരണം അടിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അദ്ദേഹത്തെ അടിക്കുമെന്നോ, സത്യമാണോ? അതെ സാർ, ആക്ച്വലി അന്ന് ആക്ഷൻ സീക്വൻസ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് 2 ട്രാക്കിലായിരുന്നു. കോവിഡ് ആരംഭിക്കുന്നതിന് മുമ്പ് പകുതി പടത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ടായി പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ 2 പടം പോകുന്നതുകൊണ്ട് ഷൂട്ടിംഗ് പകുതി സ്റ്റോപ്പായി പിന്നെ റിട്ടേൺ വന്നു. ഇമേജ് നല്ല രീതിക്ക് മാറി. പിന്നെ ആക്ഷൻ ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, ഇവനടിച്ചാൽ ഒരുപാട് വഴക്ക് കേൾക്കേണ്ടി വരും, അതുകൊണ്ടെല്ലാം ഒരുപാട് റീഷൂട്ടൊക്കെ അങ്ങോട്ട് പോയിരുന്നു. ഒരുപാട് റീ എഡിറ്റും ചെയ്തതാണ്. ജനങ്ങൾക്ക് എമോഷൻ കൂടുതലായതുകൊണ്ട് ഇത് വർക്കൗട്ട് ആവില്ലെന്ന് തോന്നി. ഒരുപക്ഷെ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞാലോ ഇല്ലെങ്കിൽ കോളർ തിരിച്ച് പിടിച്ചാലോ ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് വിചാരിച്ചിട്ട് എല്ലാം റീഷൂട്ടായിപ്പോയി. പക്ഷേ ഫ്രണ്ട്സും വീട്ടിലുള്ളവരും താങ്കൾ എല്ലാ സിനിമയിലും അടി വാങ്ങുന്നതായിട്ടാണ് പറഞ്ഞത്. അത് സാർ, മുമ്പ് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, നീ നല്ലപോലെ ബോഡിയൊക്കെ റെഡിയാക്കി, പക്ഷേ നീ ഒരുപാട് അടി മേടിക്കുന്നുണ്ടെന്നൊക്കെ. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ അവസാനം അടി മേടിക്കത്തുള്ളൂ, പക്ഷേ അടി കൊടുക്കൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അവസാനം കുറച്ച് അടി മേടിക്കുന്നതൊക്കെ ഒന്നും പ്രശ്നമല്ല സാർ. കങ്കണ റണൌത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി താങ്കൾ ശരിക്കും ബുദ്ധിമുട്ടി, ഗുസ്തിയൊക്കെ പഠിച്ചു. പക്ഷേ സിനിമ റിലീസായപ്പോൾ താങ്കളുടെ സീനൊന്നും ഇല്ലായിരുന്നു.
സാർ അതില് കങ്കന ഫ്രണ്ടാണ് സാർ. യുനോ ഞാൻ ആ സിനിമ ചെയ്തപ്പോൾ അതിന്റെ ഡയറക്ടർ കൃഷാണ്. പിന്നെ ഷൂട്ടിങ് ഫുള്ളും അങ്ങ് അവസാനിച്ചു. പിന്നെ കങ്കന എൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആ സിനിമ ഞാൻ പിന്നെയും ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ എന്താ ഉള്ളതെന്ന് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതെന്ന്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് സീൻസ് എന്താണെന്ന് പോലും അറിയില്ല. അപ്പം ഞാൻ എന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സാണ്, പക്ഷേ എങ്കിലും എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയത്തില്ലെന്ന്. അങ്ങനെ ഷൂട്ട് ചെയ്യണമെങ്കിൽ പോലും ഞാൻ മറ്റേ ഒറിജിനൽ ഡയറക്ടറുടെ കൂടെ ഷൂട്ട് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ ആ പടം എടുത്താൽ ഞാൻ ആ പടത്തിൽ നിന്ന് പുറത്ത് വന്നേക്കുമെന്നായിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ. പിന്നെ അതേ ഞാൻ വന്നു സാർ. പക്ഷേ കങ്കണ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ സോണു സൂദിന്റെ ഉള്ളിൽ ഒരു ഈഗോ ഉണ്ടെന്ന്. ഒരു വിമൻ ഡയറക്ടറിന്റെ താഴെ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് താങ്കൾ പോയതാണെന്ന്. ഞാൻ ഫറഹാന്റെ അടുത്ത് വർക്ക് ചെയ്തു. അവരൊരു സ്റ്റേറ്റ്മെന്റ് തന്നിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഞാനൊരു പെണ്ണാണ്, നിങ്ങൾ ദയവ് ഇത് എന്റെ ജെൻഡർ മാറ്റല്ലേ എന്നായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും അതുപോലെ ഒന്നുമില്ല സാർ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. ഞങ്ങൾ താങ്കളുടെ ഹിന്ദി മൂവീസ് എല്ലാം കാണാറുണ്ട്. താങ്കൾ കരിയർ സ്റ്റാർട്ട് ചെയ്തത് തമിഴ് തെലുങ്കു മൂവീസിൽ നിന്നല്ലേ? പക്ഷേ താങ്കൾ ഒരു പഞ്ചാബിയല്ലേ? അതെ. താങ്കൾ അഭിനയിച്ച തമിഴ് തെലുങ്കു മൂവിയിലെ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായേനെ. തീർച്ചയായിട്ടും. ഞാൻ എന്റെ ഫസ്റ്റ് ഫിലിം എനിക്ക് ഓർമ്മയുണ്ട്. അത് ഒരു തമിഴ് ഫിലിമാണ്. സിനിമയുടെ പേര് കല്ലഴകറാണ്. അന്ന് അവരെനിക്കൊരു വലിയ ഡയലോഗ് തന്നിരുന്നു. ഞാൻ അതൊരു ക്യാമറ ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. കാരണം പുതിയ ജീവിതം, പുതിയ ജനങ്ങൾ, പുതിയ ഭാഷ. ആ ഡയലോഗ് മുഴുവനും ഞാൻ പഠിച്ചെടുത്തു. അപ്പം ഞാൻ പോയി പറയുമ്പോൾ ചില ഡയലോഗൊക്കെ ഇങ്ങനെയായിരുന്നു. कि साक्षात अंदे याने मुग्धन विनायक पेरुमाने करुणोदय कपतना वेरे मनसला नाम वेरे करो देव निंदाए आगदा तो समथिंग लाइक दैट. അപ്പം അന്ന് ആ ഡയറക്ടർ ഭയങ്കര സന്തോഷപ്പെട്ടു. നീ ഭയങ്കര ഫോക്കസ്ഡ് ആയ ഒരാളാണെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെയാണ് ഈ വണ്ടി ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. തമിഴ് തെലുങ്കു ഒക്കെ ഓക്കെ സാർ. പക്ഷെ താങ്കൾ ചൈനീസ് ഫിലിമിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അതെ സാർ. ചൈനീസ് മാത്രമല്ല, മറാത്തി സിനിമ പോലും ഞാൻ ചെയ്തിരുന്നു. ഒരുപാട് സിനിമകൾ വേറെ ഭാഷയിൽ ഞാൻ ചെയ്തിരുന്നു. ചൈനയിൽ ജാക്കി ചാൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഫോൺ വന്നിരുന്നു. അപ്പം ഞാൻ അദ്ദേഹം വിളിച്ചപ്പോൾ പഞ്ചാബിലായിരുന്നു. അപ്പോൾ ഫോണിൽ വി ആർ കോളിംഗ് ഫ്രം ജാക്കി ചാൻ പ്രൊഡക്ഷൻസ്, യു വോണ്ട് ടു ഡു ദിസ് ഫിലിം എന്ന് പറഞ്ഞത് അവര്. അതിനുശേഷമാണ് ഞാൻ ചൈനയ്ക്കൊക്കെ പോയത്. അതിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, കുംഫു യോഗ. അതെ, കുങ്ഫു യോഗ സാർ. പക്ഷേ മറ്റുള്ള പടങ്ങളുടെ പേര് ഒന്നുപോലും അറിയില്ല. സാർ എനിക്ക് പോലും അറിയത്തില്ല. അതിരിക്കട്ടെ, ചൈനീസിലെ ഡയലോഗ് വല്ലതും ഓർമ്മയുണ്ടോ? സാർ ആ സമയത്തിനപ്പുറം ഞാൻ ഒരുപാട് പഠിച്ചിരുന്നു. കാരണം ഒരുപാട് ഭാഷകൾ ചെയ്തല്ലോ. അവരടുത്ത് സംസാരിച്ചത് പഠിച്ചു. ജാക്കി ചാൻ സംസാരിക്കുന്നത് കണ്ട് അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുന്നതൊക്കെ ഞാൻ പഠിച്ചെടുത്തിരുന്നു. പിന്നെ ഒരു 6-7 വർഷം സമയം ഗ്യാപ്പൊക്കെ ആയിപ്പോയി സാർ. പിന്നെ ഇപ്പോൾ ഒന്നും അത്ര ഓർമ്മയില്ല. പക്ഷേ വളരെ നല്ലതായിരുന്നു സാർ അത്. ഓഡിയൻസിന് വല്ല ചോദ്യം ചോദിക്കണോ? സർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ കേട്ടിട്ടുണ്ട് താങ്കൾക്ക് ബംഗാളി രസഗുള വലിയ ഇഷ്ടമാണെന്ന്. അതെ. താങ്കൾക്ക് ബംഗാളി രസഗുള വാങ്ങി തന്നാൽ എന്ത് ജോലി ചെയ്യുമെന്നും കേട്ടിട്ടുണ്ട്. അതെ. ഇത് സത്യമാണോ സാർ? എനിക്ക് ആക്ച്വലി എനിക്ക് മറ്റേ രസഗുള ഭയങ്കര ഒരു വീക്ക്നെസ് ആണ്. യുനോ കോളേജ് സമയത്ത് ഈ റാഗിങ് ഒക്കെ സംഭവിക്കുമ്പോൾ എൻ്റെ കൂടെ മറ്റേ ഈ ബീഹാറിലെ പിള്ളേരൊക്കെ ഉണ്ടാവും. അവരൊക്കെ കാണാൻ ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ റാഗിങ്ങിൽ ഇതാണ് സംഭവിക്കുന്നത്. റാഗിങ്ങിൽ ജൂനിയേഴ്സിനെ വിളിച്ചിട്ട് എടാ നീ കൊച്ചു പയ്യനെ നീ 25 രസഗുള മേടിച്ചോണ്ടോ. രസഗുള മേടിച്ചോണ്ടെന്ന് എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കും. അത് ഇന്നും ഉണ്ടെന്നാണ് കേട്ടത്. പക്ഷേ പ്രൊഫഷണലി ഇന്ന് അലൗഡ് അല്ലല്ലോ ശരിക്കും ഇതൊക്കെ. പിന്നെ ഞങ്ങളെ കൊണ്ടത് കഴിക്കാൻ കഴിയത്തില്ല. ബട്ട് സ്റ്റിൽ ഇതൊരു വീക്ക്നെസ് തന്നെയാണ് എനിക്ക്. അവർക്ക് മേടിച്ചു കൊടുത്താൽ ഞാൻ പക്ഷേ വീക്കായി താങ്കളുടെ സഹോദരി പറഞ്ഞത് താങ്കൾക്ക് രസഗുള വാങ്ങിച്ചു കൊടുത്താൽ താങ്കൾ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യുമെന്ന്, വേണമെങ്കിൽ പാട്ടും കൂടി പാടുമെന്ന്. സാർ പാട്ടൊന്നും വേണ്ട. അത്ര ജനങ്ങൾ എന്നെ പാട്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞ എന്റെ രസഗുള തരത്തില്ല സാർ. സോണു, താങ്കളുടെ അമ്മയുടെ ഒരു ലെറ്റർ ഞാൻ വായിച്ചു സാർ. അമ്മ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, നീ ഞങ്ങളുടെ പേര് സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ അത് അക്ഷരം പ്രതി അനുസരിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രശസ്തി നേടുമ്പോൾ പ്രശ്നങ്ങളും കൂടെ വരും. അതെ. പ്രശസ്തി വരുമ്പോൾ കുറ്റങ്ങളും വരും. ചില കുറ്റാരോപണങ്ങൾ എൻ്റെ പക്കലും ഉണ്ട്. സാർ, ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സോണു സൂദിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. എൻ്റെ അമ്മ പറഞ്ഞ ഒരു ചില വാക്കൊക്കെ എനിക്ക് ഇപ്പോഴും അങ്ങനെ ഓർമ്മയിലുണ്ട്. കൊച്ചു പ്രായത്തിൽ അമ്മ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നിന്റെ ജീവിതത്തിലെ പേനയിൽ ഈ ആശംസകളുടെയൊക്കെ ഒരു ഇങ്ക് നിറച്ചാൽ നിന്റെ തലയിലെഴുത്തൊക്കെ ഇവിടെയല്ല, നിന്റെ മാനത്ത്, അതായത് മാനത്തിലായിരിക്കും എഴുതിയിരിക്കുന്നതെന്ന്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി സോണു സൂദാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ സോണു സൂദിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം അദ്ദേഹത്തിന്റെ ഇമേജ് മാറ്റം അദ്ദേഹം പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. സോണു, താങ്കളുടെ ഇമേജ് കാരണം തുടക്കം മുതലേ താങ്കൾക്ക് ശരിക്കും ടെൻഷനാണെന്ന് കേട്ടിരുന്നു. അതെ.
ആ പേര് ഇഷ്ടപ്പെടാത്തത് കാരണം പേര് മാറ്റാനും താങ്കൾ ആഗ്രഹിച്ചു. സാർ, ഞാൻ വന്നതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ചിരുന്നു, അതായത് നീ ഒരു ആക്ടറായില്ലേ, അപ്പോൾ എന്ത് പറയുന്നു വെച്ചാൽ ആക്ടർ സോനു, ഈ ആക്ടറുടെ പേരൊക്കെയാണ് ഒരു സോനു സൂദ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവർ പറഞ്ഞ കറക്റ്റ് ആയതുകൊണ്ട് ഞാനും വിചാരിച്ചു സോനു സൂദ് എന്നുള്ള പേര് മാറ്റുന്ന ഇതൊരു ആക്ടർക്കുള്ള പേരല്ലെന്ന്. ആ സമയത്തന്ന് ആര്യ എന്ന് പറയുന്ന പേരായിരുന്നു ഫാഷനബിൾ. പഞ്ചാബിൽ ഇങ്ങനെയുള്ള പേരൊക്കെ കാണത്തില്ലേ, അതായത് ബണ്ടി, ബിട്ടു, ബില്ല. പക്ഷേ സാർ, ഞാൻ പഞ്ചാബ് വിട്ടിട്ട് ബോംബെക്കാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ബോംബെക്കാരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, സാർ സോനു വർക്കൗട്ട് ആവില്ല, വേറെ എന്തെങ്കിലും പേര് മാറ്റാൻ പറഞ്ഞപ്പോൾ ഞാൻ മാറ്റാൻ തുടങ്ങി. അങ്ങോട്ട് ഈ ബുക്കൊക്കെ എടുത്തിട്ട് ഏതാ ഫാഷനബിൾ പേരെന്നൊക്കെ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു അന്ന്. ആ സമയത്ത് ഈ ആര്യൻ എന്ന് പറഞ്ഞ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പേരൊക്കെ വെച്ച് ഞാൻ അങ്ങോട്ട് ഒരു 10 ദിവസത്തിന് ആ പേരിലായിരുന്നു ഞാനെന്ന്. പക്ഷേ എളുപ്പത്തിൽ വായിന്ന് സോനു സൂദ് തന്നെ പിന്നെ വരുന്നതും. അതിനുശേഷം പിന്നെ ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യാനാ, പിന്നെ ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ സോനു സൂദ് എന്ന് പറഞ്ഞ പേര് ഇത്രയും ദൂരം എടുത്തോണ്ട് വന്നെങ്കിൽ ഇനി അത് മുകളിലോട്ട് എടുത്തോണ്ട് പോകുമല്ലോ. ഐ തിങ്ക് ഞാൻ മുകളിലോട്ട് കയറിയെന്ന് തോന്നുന്നു. താങ്കൾ എത്രത്തോളം പ്രശസ്തനാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പോലും താങ്കളുടെ പേരാണ് വെക്കുന്നത്. അതെ സാർ, എൻ്റെ പേര് ഒരുപാട് പേർക്കുണ്ട്. ബീഹാറിൽ ഗുപ്ത സാർ ഉണ്ടായിരുന്നു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോന് അദ്ദേഹം സോനു സൂദ് എന്നാണ് പേരിട്ടത്. ഗുപ്ത എങ്ങനെ സോനു സൂദ് ആവുന്നതെന്ന് ചോദിച്ചു. സോനു സൂദ് ഗുപ്തയാക്കി മാറ്റിയവർ. അദ്ദേഹത്തിന് ഇപ്പോഴും മീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഹായ് സാർ, സുഖമാണ്. അപ്പോൾ ഞാൻ പറയും ഓക്കെ, കുഴപ്പമില്ല, അച്ഛനമ്മയും നല്ല പേരാണ് ഇട്ടേക്കുന്നത്. സോനു, ഇതൊക്കെ കേൾക്കാൻ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ താങ്കൾ ഇതിനുവേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രിയും പകലും കഷ്ടപ്പെട്ട് പാവങ്ങളെ വീട്ടിലേക്ക് അയച്ചു, സ്റ്റുഡൻസിനെ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നു, മെഡിക്കലി ഓപ്പറേഷൻ സഹായിച്ചു, വിദ്യാഭ്യാസത്തിന് സഹായിച്ചു. പക്ഷെ ജനങ്ങൾ ഇതാണ് ചോദിക്കുന്നത്, ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ളപ്പോൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? സർ, ഇമേജ് ഡെവലപ്പ് ചെയ്യാനാണോ അതോ പേരും പ്രശസ്തിക്കോ? ഞാൻ ചില ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പോയി. അപ്പോൾ പോകുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെ ഞാൻ വീട്ടിലോട്ട് അയക്കാൻ തുടങ്ങി. ജനങ്ങളുടെ വിശ്വാസം വരുമ്പോഴാണ് നാട് രാജ്യം എല്ലാം ഒരുമിച്ചാവുന്ന പോലെ ഒരു ഫീൽ. എനിക്ക് ഒട്ടും അറിയാൻ മേല ഞാൻ ഈ ലെവലിലോട്ട് എത്തി എന്നുള്ള കാര്യം പോലും. ജനങ്ങൾ ഒരുപാട് ചോദിക്കാൻ ആരംഭിച്ചു, ഇദ്ദേഹം എപ്പോഴാണ് ഇത്രയും ലെവലിലോട്ട് കയറി വന്നതെന്നുള്ളത്. ജനങ്ങൾ പറഞ്ഞു ഇതൊക്കെ സ്റ്റോപ്പ് ആവും എന്നുള്ള കാര്യം, അതായത് 1 മാസത്തിൽ ഇതൊക്കെ തീരുമെന്നും പറഞ്ഞു. 2.5 വർഷമായി സാർ. ആ സമയം കോവിഡിൽ എന്തോരം പണിയെടുത്തിട്ടുണ്ടോ അതിനേക്കാൾ ഒരുപാട് പണി ഇപ്പം എടുക്കാൻ കഴിയുന്നുണ്ട് ഞങ്ങളെ കൊണ്ട്. ഇപ്പം ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നാൽ 365 ഡേയ്സ് എന്നാണെങ്കിൽ പോലും 5-6 പേര് എപ്പോഴും വീട്ടിൻ്റെ അടുത്ത് വരും, ഉറങ്ങും അവിടെ കിടന്ന്, എവിടെ നിന്നാണെങ്കിലും വന്നേക്കും, ഒരുപാട് സ്ഥലത്ത്. സോ ഇതൊക്കെ സാർ, ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഇത്രയും വർഷം സമയത്ത് ഞാനൊന്ന് മനസ്സിലാക്കി, വിശ്വാസവും ട്രൈ ചെയ്യുന്നതാണ് ഈ ലോകത്തും വെച്ച് ഏറ്റവും വലിയൊരു വാക്കെന്നുള്ളത്. നിങ്ങളെ ഒരാൾ പോലും വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വേസ്റ്റാണ്. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ ഫേമസ് ആവാൻ അത്ര അർഹതപ്പെടുന്നില്ലെന്ന്. ഞാൻ ആ വിശ്വാസത്തിന് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യും, ഒരുപാട് പ്രാവശ്യം ഞാൻ ഫെയിലും ആവും. എല്ലാവരുടെ ജീവിതം ഒരു ഘട്ടത്തിൽ മാറ്റാൻ കഴിയും നമ്മളെ കൊണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന അളവിന് മാക്സിമം ട്രൈ ചെയ്തിരിക്കും സാർ. ഇതുകൊണ്ട് ചില നന്മകളും സംഭവിച്ചു സാർ. ഞാൻ കേട്ടത് ഇതിനു മുൻപ് താങ്കളെ ബ്രാൻഡ്സ് എല്ലാം റിജക്ട് ചെയ്തതാണ്. ഇപ്പൊ അതേ ബ്രാൻഡ്സ് താങ്കളെ തേടി വന്നിരിക്കുന്നു. സാർ, നല്ല കാര്യമാണ് സാർ. ഞാൻ ബ്രാൻഡ്സിന് പോലും പണി കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് എന്തോരം ബ്രാൻഡ്സ് വന്നിട്ടുണ്ടോ, മൊബൈൽ ഫോൺ ബ്രാൻഡ്സ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു 5,000 and 6,000 ഫോൺസിനോളം കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ ബ്രാൻഡൊക്കെ വരുമ്പോൾ ഞാൻ ഈ റിക്ഷാസൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുപ്പിച്ചു. പിന്നെ കമ്പ്യൂട്ടർ ബ്രാൻഡ്സ് വരുന്ന സമയത്ത് ഞാനത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അവർ ഇന്നും അത് റിപ്പീറ്റ് ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മാക്സിമം ബ്രാൻഡിങ്ങിനെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ നാട്ടിലൊന്നും ചെയ്യാത്തവർക്ക് സ്ഥാനമില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഇതുവരെ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഇതുവരെ എല്ലാവരും എൻ്റെ അടുത്ത് പൈസ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഒരുപാട് പേർക്ക് ബട്ട്വാര ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതൊക്കെ ഐ എൻജോയ് ദ സ്പേസ് സാർ. പക്ഷെ ബ്രാൻഡ്സ് ഒക്കെ നോക്കിയാൽ ഏത് വ്യക്തിയാണോ ട്രെയിനിൽ അൺറിസർവ്ഡിൽ മുംബൈയിലേക്ക് വന്നത് സാർ, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഫ്ലൈറ്റിൽ വരെ കാണുന്നു സാർ. ഫ്ലൈറ്റിൽ വലിയ എഴുത്തിൽ സോനു സൂദ് എന്ന് എഴുതിയിരിക്കുന്നതും കാണാൻ സാധിക്കുന്നു. സാർ, ആക്ച്വലി റിയലി ഐ ഫീൽ വെരി ഹംബിൾ. ഞാൻ ഇത്രയും ഡിസേർവ് ചെയ്യുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാനത് കാണുമ്പോൾ ആദ്യം എൻ്റെ പാരൻസിനെയാണ് ഫസ്റ്റ് മിസ് ചെയ്യുന്നത് സാർ. പിന്നെ ഇതൊക്കെ കാണാനായിട്ട് അവരുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ സാർ. പക്ഷേ എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞ 2 വാക്ക് ഓർമ്മയെ വന്നിരുന്നു സാർ അന്ന്. കൊച്ചു പ്രായത്തിൽ അമ്മ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നിൻ്റെ ജീവിതത്തിലെ പേനയിൽ ഈ ആശംസകളുടെയൊക്കെ ഒരു ഇങ്ക് നിറച്ചാൽ നിന്റെ തലയിലെഴുത്തൊക്കെ ഇവിടെയല്ല, നിന്റെ മാനത്ത്, അതായത് മാനത്തിലായിരിക്കും എഴുതിയിരിക്കുന്നത്. പക്ഷേ താങ്കളുടെ തുടക്കകാലത്ത് താങ്കൾ കോമിക്കിൽ നാഗരാജായിരുന്നു. അതിൻ്റെ ചില ഫോട്ടോസൊക്കെ എൻ്റെ പക്കലുണ്ട്, അത് ഓഡിയൻസിനെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. नागराज, जुर्म का दुश्मन, जिसके आगे है बेअसर आग का तूफान, आंखों में सम्मोहन, हाथों से निकले जहरीले नाग। नागराज अपराधियों का मिटा दे नामो निशान। राज कॉमिक्स में नागराज का नया कॉमिक
ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളാണല്ലോ. കണ്ണിന്ന് തീയൊക്കെ വരുന്നുണ്ട്. സർ ഞാൻ ഡൽഹിയിൽ സ്ട്രഗിൾസ് സ്റ്റാർട്ട് ചെയ്ത ഈ സമയത്തെ ഈ ഡൽഹിയിൽ മറ്റേ ഈ ആഡ് കിട്ടിയത് ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു. കാരണം വലിയ ആഡായിരുന്നു അന്ന്. ഡൽഹിയിൽ ഞങ്ങളിത് ഷൂട്ട് ചെയ്യാൻ പോയിരുന്നു. അന്ന് ആ ആഡ് റിലീസായി. സോ അന്ന് റിസൾട്ട് എതിരിൽ വന്നപ്പോൾ, റിസൾട്ടൊക്കെ കോമിക്സ് ബുക്സിൽ വന്നപ്പോൾ രാജ്പൂത് നഗറിലാണ് ഞാൻ ചുറ്റിക്കൊണ്ടിരുന്നത്. അവിടെ കോമിക്സ് ഒക്കെ പുറത്തിട്ട് വിറ്റോണ്ടിരുന്നു. അവരൊക്കെ എന്നെ കണ്ടിട്ട് നാഗരാജെത്തി 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 എന്ന് പറഞ്ഞിട്ടിരുന്നു. ഞാൻ എൻ്റെ സിസ്റ്ററുടെ കൂടെ പോയിക്കൊണ്ടിരുന്ന. ഞാൻ ചോദിച്ചു എന്നെ എങ്ങനെ നിങ്ങൾ ഈ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചപ്പോൾ അവര് പെട്ടെന്ന് ആ കോമിക്സ് എടുത്ത് എൻ്റെ അടുത്ത് കാണിച്ച്. എന്നിട്ട് സിസ്റ്റർ എക്സൈറ്റ് ആയിട്ട് കോമിക്സ് മേടിക്കാൻ പോയപ്പോൾ ഞാൻ പെട്ടെന്ന് വേണ്ട എന്നങ്ങോട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ കോമിക്സ് മേടിക്കേണ്ടെന്നാ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ റിസൾട്ട് കണ്ടില്ലേ ഇപ്പോൾ? നോക്കൂ, നാഗരാജ് എവിടെയാണ്? സർ, ഇപ്പോൾ സോനു സൂദ് എവിടെയാണ്? താങ്കളുടെ പേരിൽ ജനങ്ങൾ ഫുഡ് സ്റ്റാളൊക്കെ വെക്കുന്നു. ധാരാളം ഫോട്ടോസ് ഞാനും കണ്ടിട്ടുണ്ട്. സോനു സൂദിന്റെ പേരിൽ എത്രയോ ലേഡീസ് കോർണറും ഉണ്ട്. പലരും കടകൾക്ക് സോനു സൂദ് എന്നാണ് പേര് വെച്ചിരിക്കുന്നത്. സർ, ഞാൻ പറഞ്ഞത് ഇതാണ്. അവർക്കൊക്കെ എൻ്റെ ആശംസകളായിരുന്നു. എല്ലാത്തിനും കാരണം ഞാൻ എവിടെ പോയാലും അത് ഫാസ്റ്റ് ഫുഡ് കോർണേഴ്സ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കും. ലാസ്റ്റ് വീക്ക് ഞാൻ ജയ്പൂരിലോട്ട് പോയി. കോവിഡിൽ ഒരാൾ കട ഓപ്പൺ ചെയ്തിരുന്നു. സോനു സൂദിൻ്റെ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്തതാ. ഞാൻ ജയ്പൂരിൽ നിങ്ങളുടെ പേരിട്ട് കട ഓപ്പൺ ചെയ്തപ്പോൾ കട നല്ല ഓട്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഒരു ദിവസം എൻ്റെ കടയിലോട്ട് വരുമ്പോൾ നീ നല്ലപോലെ ബട്ടർ ഉപയോഗിക്കാൻ തയ്യാറായിക്കൊന്ന. ലാസ്റ്റ് വീക്ക് ഞാൻ ജയ്പൂരിലോട്ട് ഒരു പണിയായിട്ട് പോയതായിരുന്നു. അപ്പം ഞാൻ ആ കടയിലോട്ട് കഴിക്കാൻ പോയതാണ്. അപ്പം ഞാൻ ബട്ടർ റെഡിയാണോ, കഴിക്കാൻ തയ്യാറല്ലേ എന്ന് ചോദിച്ചു. സോ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ അവരുമായി നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. എനിക്കും അവർക്കും ഒരു നല്ല കണക്ഷൻ, അതായത് ബോണ്ടിങ് പോലും ഇല്ല. താങ്കൾ എവിടെ പോയാലും അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ടല്ലേ? ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ പിള്ളേരൊക്കെ കണ്ട് ഇതുപോലത്തെ ഒരുപാട് സർവീസസും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ശരിക്കും എൻ്റെ ആഗ്രഹമൊക്കെ. ചില ആൾക്കാർ അവർ തന്നെ വന്ന് എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് ചോദിക്കും. പക്ഷേ ചില ആൾക്കാർ ചോദിക്കാൻ മടിക്കും. നമ്മളാണ് അവരുടെ അടുത്ത് പോയി അവരുടെ ഉള്ള എല്ലാം നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ്. പബ്ലിക്കിൽ എല്ലാവരെയും നമ്മൾ വിളിച്ചുകൊണ്ട് പോകണം നമ്മുടെ ഒപ്പം. നോക്കൂ, സൗത്തിലുള്ള ജനങ്ങൾ താങ്കൾക്ക് ക്ഷേത്രമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. താങ്കളെ ദൈവമാക്കിയിരിക്കുക. ഇത് കുറച്ച് ഓവറായിട്ട്. അതെ സർ, അധികമാ. ഞാനത് ഒരിക്കലും വേണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു സ്കൂൾ കെട്ടാനായിട്ടാ. എന്തെങ്കിലും വേണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കെട്ടിക്കുക എൻ്റെ പേരിൽ. ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ബംഗാളി പോലും സ്കൂളൊക്കെ കെട്ടിയിട്ടുണ്ട്. സോ എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഈ പേര് വെച്ച് ഞാൻ ഒരിക്കലും ആരെയും യൂസ് ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് ഡിസേർവ് ദാറ്റ്. ഒരിക്കലും ഇല്ലത്. പക്ഷേ ജനങ്ങളുടെ എമോഷൻ എന്നെ എനിക്കൊരു വലിയ ചുമതലയുള്ള പോലെയാണത് ശരിക്കും. ആ വിശ്വാസം ഞാൻ ഒരിക്കലും കളയത്തില്ല സാറേ, ശരിക്കും പറയണേ. സോനു, പലരും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അക്ഷയ് കുമാർ 25 കോടി രൂപയാണ് നൽകിയത് കോവിഡിന് വേണ്ടി. പക്ഷെ അദ്ദേഹത്തിന്റെ പേരൊന്നും പുറത്തു വന്നില്ലല്ലോ. സർ, അദ്ദേഹത്തിന്റെ പേരും വന്നിരിക്കും ചിലപ്പോൾ. എല്ലാവരും അവരവരുടെ ലെവലിൽ നല്ലതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരിക്കും. പക്ഷേ പേഴ്സണലി ഞാൻ പറയുന്നത് തോളത്ത് കൈയിടുന്നത് നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാർ എപ്പോഴും. സോ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ വീട്ടിലിരിക്കുമ്പോൾ വീടിൻ്റെ താഴെ പാൽക്കാരനുണ്ടാവും. അപ്പോൾ അവരുടെ മക്കള് സാധാരണ എൻ്റെ ഡ്രൈവർ അവരുടെ അടുത്ത് ചോദിക്കും, ഇല്ലെങ്കിൽ പാൽക്കാരൻ ചോദിക്കും, വാച്ച്മാൻ എല്ലാവരും ചോദിക്കും എന്തൊക്കെയാണ് അവരുടെ ആവശ്യം സാറിൻ്റെ അടുത്ത് പറയാന്നൊക്കെ പറഞ്ഞ്. അമിതാഭ് ബച്ചനും എത്രയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. സൂപ്പർ. 15 കോടി രൂപ ചെലവാക്കി 4 ലക്ഷം തൊഴിലാളികൾക്ക് ആഹാരം അദ്ദേഹം നൽകി. യുപിയിലും ബീഹാറിലും പോകാൻ 30 ബസ് ബുക്ക് ചെയ്തു കൊടുത്തു. അദ്ദേഹം 2800 അതിഥി തൊഴിലാളികൾക്ക് അവരുടെ നാട്ടിലേക്ക് പോകാൻ ഏർപ്പാട് ചെയ്തു കൊടുത്തു. ഇൻഡിഗോ എയർലൈൻസിന്റെ 3 ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെ ചെലവെല്ലാം അദ്ദേഹം ചെയ്തു. 250 ബെഡും ഓക്സിജന്റെ ഏർപ്പാടും അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് ചെയ്തു. ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ ഏർപ്പാട് ചെയ്തു. കോവിഡിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളെ അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു. പക്ഷേ ബച്ചൻ സാറിനെ മറന്നിട്ട് സോണി സൂദിനെ പറ്റിയാണല്ലോ എല്ലാവരും പറയുന്നത്. ഇല്ല സാർ, അത് സർ, ബച്ചൻ സർ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇൻസ്പിറേഷനാണ്. വലിയ മഹാനാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം നല്ലപോലെ പണിയെടുക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം കാണിച്ച ഒരു വഴിയിലാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് സാർ. പിന്നെ അത് പോകുന്നുണ്ട് ഞങ്ങളിങ്ങനെ. അക്ഷയെ പറ്റിയും അമിതാഭ് ബച്ചനെ പറ്റിയും ജനങ്ങളോട് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, സോണുവിന്റെ ഫിലിമിൽ ഒരു ഡയലോഗുണ്ട്, ഭായിയുടെയും ഡോണിന്റെയും മുകളിൽ ഒരു കിങ് ഉണ്ടെന്ന്. സാർ, അത് എൻ്റെ സിനിമയുടെ ഡയലോഗാണ്, അതായത് സിംഗ് ഇസ് കിങ്. ബട്ട് എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ അവർക്ക് വലിയ ലെജൻസ് ആണ് സാർ. ഞാൻ ഇപ്പോഴാണ് ജീവിതം തുടങ്ങിയത്. ഇനിയും ഒരുപാട് ദൂരങ്ങളുണ്ടല്ലോ സാർ പോകാനായിട്ടൊക്കെ. ബട്ട് ഞാൻ അവരെ കണ്ടൊക്കെ ഇൻസ്പയർ ആയിട്ടുണ്ട് സാർ. ഞാനൊരു ബാക്ക് ബെഞ്ചറാണ്. സോണു, ഇനി പല കുറ്റാരോപണങ്ങളുണ്ട്. നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സോണുവിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും.
ആരെ കൊണ്ടൊക്കെയാണോ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത്, അതായത് 200 രൂപയുടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ്, അവരുടെ പിള്ളേരെ കൊണ്ട് 18-20 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവരുടെ അടുത്ത് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്കൊന്നും പറ്റിയില്ലെങ്കിൽ നാഷണൽ മീഡിയയിൽ പറയുവാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, അൽഡു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോണു സൂദിനോടാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ സോണു സൂദിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ ഫണ്ട് സോഴ്സ് വളരെ രഹസ്യമാണ് എന്നുള്ളതാണ്. സോണു, താങ്കൾ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരെ അവരുടെ വീട്ടിലേക്ക് അയച്ചു, എല്ലാ സഹായം ചെയ്തു. ഇതെല്ലാം പണമില്ലാതെ നടക്കില്ല. ആ പണം എവിടെ നിന്നാണ് വന്നത്? അതെ സർ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതൊക്കെ ചെയ്യാൻ വളരെ പൈസ വേണം. ഞാൻ ആരംഭിക്കുന്ന സമയത്ത് എനിക്കറിയാം ഇത് ജനങ്ങളുടെ കാര്യം ചെയ്യണമെങ്കിൽ പൈസ ഒരുപാട് ചിലവാകുണ്ടെന്ന്. ഏത് ലെവലിലാണോ ഡിമാൻഡ് വരുന്നത് ആ ഒരു ലെവലിൽ 2 ദിവസം പോലും ശരിക്കും സർവൈവ് ചെയ്യാൻ കഴിയില്ല സർ. അപ്പോൾ എനിക്ക് എന്താ തോന്നിയതെന്ന് വെച്ചാൽ ഇതൊക്കെ എങ്ങനെയാണ് നിർത്തി മാറ്റേണ്ടതെന്ന്. ഞാൻ ബ്രാൻഡിനെ കുറിച്ച് പറഞ്ഞില്ലേ, അപ്പോൾ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് ഇത്. അപ്പോൾ ഞാൻ പറയണമെങ്കിൽ ഞാൻ ഒരുപാട് ബ്രാൻഡ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തു നിന്നൊക്കെ ഞാൻ ഡൊണേഷൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. ഞാൻ ഹോസ്പിറ്റൽസിന്, ഡോക്ടേഴ്സിന്, ടീച്ചേഴ്സിന്, കോളേജസിന്, ഞാൻ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്, ഞാൻ ഈ എക്സ്പോർട്ടേഴ്സിന്, ഞാൻ എല്ലാ കമ്പനീസിനെയും ഇതിലോട്ട് ഞാൻ വരുത്തി എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരുപാട് പേർക്ക് ജോലി എടുത്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ അപ്പിയറൻസ് വേണമെങ്കിൽ അത് ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുത്തേക്കും. അന്നപ്പോൾ എല്ലാം എളുപ്പത്തിൽ തന്നെ നടന്ന് വന്നുകൊണ്ടിരുന്നു ഇങ്ങനെ ഒരുമിച്ച്. ഞങ്ങൾ എത്രയോ, അതായത് അന്ന് നോക്കുമ്പോൾ ഒരാളത് പറഞ്ഞിരുന്നു, നിങ്ങൾ ശരിക്കും ഒരു കാര്യം മാത്രം ചൂസ് ചെയ്താൽ മതി, ഒന്നെങ്കിൽ എഡ്യൂക്കേഷൻ, ഇല്ലെങ്കിൽ മെഡിക്കൽ, ഇല്ലെങ്കിൽ ജോബ് തിരഞ്ഞെടുക്കുന്നത്. കാരണം എല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത് അവരെന്ന്. ഒരുപാട് NGOs എന്നെ വിളിച്ച് പറഞ്ഞു, നാട്ടിൽ 160 കോടി ആൾക്കാരുണ്ട്, നിങ്ങളെ കൊണ്ട് ഒരുപാട് ദിവസം സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവരെന്റെ വീട്ടിലോട്ട് വന്നാൽ എന്നെ കൊണ്ട് നോ പറയാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് നാട്ടില് ജമ്മു കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്തായിരുന്നാലും ശരി, ഒരു ചെറിയ ഗ്രാമം പോലും ആയിക്കോട്ടെ, അത് വേണമെങ്കിൽ എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ കഴിയും, എന്നെ കൊണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയും, എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ജോബ് മേടിച്ചു തരാൻ പറ്റും. എനിക്ക് നിങ്ങളൊരു ഫോൺ മാത്രം വിളിച്ചാൽ മതി. ഇതാണ് താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ ഇത്രയും പേർക്ക് ബസ് ഏർപ്പാട് ചെയ്തു കൊടുത്തു, ധാരാളം പേർക്ക് ട്രെയിൻ ഏർപ്പാട് ചെയ്തു കൊടുത്തു. പിന്നെ താങ്കൾ വെബ്സൈറ്റിൽ എഴുതിയിരുന്നു 4000 കുട്ടികളെ കിർഗിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നെന്ന്, ഖസാക്കിസ്ഥാനിൽ നിന്നും, റഷ്യയിൽ നിന്നും, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. ആരെ കൊണ്ടൊന്നും പറ്റില്ലയോ, അതായത് ടിക്കറ്റിന് പോലും പൈസ ഇല്ലാണ്ട്. അല്ലാണ്ട് ഞാൻ എല്ലാവർക്കും ഒന്നും ചെയ്തു കൊടുത്തതല്ല ഇക്കാര്യം. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യ്, ഇല്ലാത്തവർ മാത്രമാണ് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞത്. അതിനുശേഷമാണ് കിർഗിസ്ഥാൻ, കലാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ജോർജിയ, ഫിലിപ്പീൻസ്, റഷ്യ, ഇവിടെ ഒരു ഫ്ലൈറ്റും പറന്നില്ല. എനിക്കൊന്നും തോന്നില്ല. അതായത് നാട്ടിൽ ഏതൊരു ഓഫീസും, അതായത് ആ നാട്ടിലുള്ള അംബാസിഡറായ ഒരു ഓഫീസിലുള്ള ആളുടെ അടുത്ത് ഞാൻ സംസാരിച്ചില്ല. ഞാൻ 24 മണിക്കൂർ ഈ പണി തന്നെ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. എയർലൈൻസിന്റെ പെർമിഷൻസ്, പിന്നെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെത്താൻ നടന്നു. പിന്നെ ഒരുപാട് ഫണ്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് അഫോർഡ് ചെയ്യാൻ പറ്റിയവർ അഫോർഡ് ചെയ്തു. താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ദിവസവും ഒരു 500-600 പേര് താങ്കളുടെ വീടിന് വെളി കാണും. ഓരോരുത്തർക്കും ഓരോ ഡിമാൻഡ് ആയിരിക്കും. അതെങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റും? ചിലർ പറയും വീട് കെട്ടിത്തരാൻ, ചിലർക്ക് ട്രാക്ടർ ആയിരിക്കും ആവശ്യമുള്ളത്. സോ ഇതിനെല്ലാം പണം ധാരാളം വേണ്ട. സർ, ചെലവ് ഉറപ്പായിട്ടും ആവും. ഞാൻ ഈ പറഞ്ഞതിന് ഒരു എക്സാമ്പിൾ പറയാം. അതായത് മറ്റേ ദുബായിൽ പോയിട്ട് ലാൻഡ് ആയ സമയത്ത് ഇമിഗ്രേഷനിൽ പോയപ്പോൾ ഒരു ജെന്റിൽമാൻ എൻ്റെ അടുത്ത് വന്ന് എന്താന്ന് പറഞ്ഞു വെച്ചാൽ, മൈ നെയിം ഇസ് മിസ്റ്റർ വിൽസൺ, ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാണ്, കെൻ ഐ ഹാവ് എ സെൽഫി വിത്ത് യു എന്ന്. ഞങ്ങൾ സെൽഫീസ് ഒക്കെ എടുത്തിരുന്നു അന്ന്. അപ്പോൾ നിങ്ങൾ ഒരുപാട് നല്ല പണിയാണ് ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ബാംഗ്ലൂരിൽ എൻ്റെ ബ്രാഞ്ചിൽ നിങ്ങളൊരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്നു, പിന്നെ കേരളത്തിൽ ഞങ്ങളുടെ ബ്രാഞ്ചിൽ നിങ്ങളൊരു ലിവർ ട്രാൻസ്പ്ലാന്റ് നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നല്ല കാര്യമാണ്, നിങ്ങൾ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, സർ നാളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ മീറ്റ് ചെയ്യാമെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ദുബായിൽ മീറ്റിംഗ് വെച്ചിരുന്നു. അപ്പോൾ ഡയറക്ടേഴ്സ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ പറഞ്ഞത്, സാർ ഞങ്ങൾക്ക് നിങ്ങളുടെ ഇത്ര അപ്പിയറൻസ് ഒക്കെ ആവശ്യപ്പെടും, ഞങ്ങൾ ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആഡ്, നിങ്ങളുടെ ഫീസ് എത്രയാണ്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്ന ആഡിനെ കുറിച്ച്. സാർ ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്യുന്നത്, നിങ്ങൾ ബെസ്റ്റ് സർജറീസ് ചെയ്യുന്നുണ്ട് ഇവിടെ, എനിക്ക് ഫീസ് വേണ്ട, എനിക്ക് 1 രൂപ പോലും വേണ്ട, നിങ്ങൾ എനിക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ഒരു 50% സ്പോൺസർ ചെയ്താൽ മാത്രം മതിയെന്ന്. ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് 28 ലക്ഷം രൂപയാണ്. അദ്ദേഹം എനിക്ക് 50 ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് സ്പോൺസർ ചെയ്തത്. ഏകദേശം അതൊരു 12.5 കോടിയുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ആയിരുന്നു സാർ എന്നത്. 19 ലിവർ ട്രാൻസ്പ്ലാന്റ് ഞങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ട് സാർ. ഇപ്പോൾ പിന്നെ ഞാൻ ഈ നാഷണൽ ചാനലിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പറയുവാണിന്ന്, നിങ്ങൾ എവിടെയുണ്ടെങ്കിൽ ഈ ലോകത്ത് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, അതായത് 200 രൂപയുടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ്, അവരുടെ പിള്ളേരെ കൊണ്ട് 18-20 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവരുടെ അടുത്ത് ഒരു കാര്യം പറയണം, നിങ്ങൾക്കൊന്നും പറ്റിയില്ലെങ്കിൽ നാഷണൽ മീഡിയയിൽ പറയുവാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, അൽഡു. സോനു, താങ്കൾ ജനങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
ആരെങ്കിലും ട്രാക്ടർ ചോദിക്കുകയാണെങ്കിൽ അത് നാളെ തന്നെ കിട്ടുമെന്ന് പറയും. ആരെങ്കിലും വീടിന്റെ റൂഫ് ശരിയാക്കണമെന്ന് പറഞ്ഞാൽ മറ്റന്നാൾ ശരിയാക്കാമെന്ന് പറയും. ആർക്കെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച അതിനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് താങ്കൾ പറയും. ഇത്രയും സ്പീഡിൽ ദൈവം പോലും പ്രവർത്തിക്കത്തില്ല. സർ, ദൈവം കേൾക്കും. ഞാൻ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ, അത്രേ ഉള്ളൂ. ഞാനത് ചെയ്യുന്നുള്ളൂ അദ്ദേഹം പറയുന്നത് അത്ര. പിന്നെ താങ്കളുടെ വെബ്സൈറ്റിൽ ഞാൻ കണ്ടിരുന്നു താങ്കൾ എത്രയോ പേർക്ക് ട്രാൻസ്പ്ലാന്റിന് സഹായിച്ചിട്ടുണ്ട്, എത്രയോ പേർക്ക് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. എങ്കിൽ താങ്കൾ ഒരു സൂപ്പർമാൻ ആണോ അതോ റോബിൻ ഹുഡ് ആണോ? എവിടുന്നെങ്കിലും കൊള്ളയടിച്ചാണോ ഇതൊക്കെ കൊടുക്കുന്നത്? സർ, ഞാനൊരു കോമൺ മാനാണ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. സർ, ഞങ്ങൾ ഏകദേശം കോവിഡ് സമയത്ത് ഏകദേശം ഒരു 27 ലക്ഷത്തോളം ജനങ്ങളെയായിരുന്നു മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോരുത്തരുടെ ആധാർ കാർഡും പാൻ കാർഡ് തൊട്ട് എല്ലാ റെക്കോർഡ്സും ഞാൻ ക്ലിയർ ആയിട്ട് അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് സാർ. ഇന്ന് സാർ, അവരൊക്കെ ഈ പാവപ്പെട്ടവരാണ് സാർ. അപ്പം ഞാനത് കൊടുത്തപ്പോൾ അവർക്ക് അകത്തൊരു ഫയർ ഉണ്ടായി സാർ. നിങ്ങളത് തന്നു, വളരെ നന്ദിയുണ്ടെന്നും പറഞ്ഞു. നിങ്ങളൊപ്പം വർക്ക് ചെയ്യാൻ സന്തോഷമെന്ന് പറഞ്ഞു. പിന്നെ കോവിഡ് സമയത്ത് ഞങ്ങൾ ഈ മരുന്ന് കൊടുക്കാനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുത്തുകൊണ്ടേ കൊടുത്തു. അപ്പോൾ എന്നെ വെച്ച് കേസൊക്കെ ഇട്ടായിരുന്നു. മറ്റുള്ളവർക്ക് പോലും ഇഞ്ചക്ഷൻ കിട്ടുന്നില്ല, ഇയാൾക്ക് മാത്രം എവിടെ നിന്ന് കിട്ടുന്നതെന്നും പറഞ്ഞ്. സോ ഞങ്ങൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആയിക്കോട്ടെ, മരുന്നുകളായിക്കോട്ടെ, ഇഞ്ചക്ഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ എടുത്തുകൊണ്ട് ഏതൊരു സ്റ്റേറ്റ് ആയാലും ശരി, ഇപ്പോൾ ബീഹാർ, ജാർഖണ്ഡ്, UP പോലും ആയിക്കോട്ടെ സർ, ശരിക്കും പറയണമെങ്കിൽ പാവം അവരൊരു 50ഓളം കിലോമീറ്റർ മേലെ എടുത്തുകൊണ്ട് കൊടുത്തു. കാരണം പറഞ്ഞു, സോനി ചേട്ടാ നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ്. ഒരാൾക്ക് ആവശ്യമാണ്, ഞങ്ങളത് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. രാത്രി 2:30-3 മണിക്ക്, അതായത് ജനങ്ങൾക്ക് ടൈപ്പ് പോലും ശരിക്കും ചെയ്യാൻ അറിയില്ല. ഒരു ഫോട്ടോ മാത്രം വരും, അയാളുടെ കയ്യിലൊരു ചിലപ്പോൾ ഓക്സിമീറ്റർ ആയിരിക്കും, പിന്നെ ഓക്സിജൻ ലെവൽ ഒരു 52 ഒക്കെ ആയിരിക്കും. വേറെ ഒന്നും അയക്കത്തില്ല അവർ. ഹെൽപ്പിന് വേണ്ടി ഒരു റാൻഡം മെസ്സേജ് വന്നത് ഞങ്ങൾ ആ രാത്രി തന്നെ അങ്ങോട്ട് നേരെ ഫോൺ വിളിച്ച് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു. എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് ഇങ്ങനെ ക്രിയേറ്റ് ആയി വന്നു. ഇന്നും അതുകൊണ്ട് അങ്ങനെ തന്നെ അവർ എത്രത്തോളം കഷ്ടപ്പെടുന്നവരാന്ന് വെച്ചാൽ ഇന്നും അവർക്ക് അതിന്റെ വാല്യൂ അറിയാം. എന്തുകൊണ്ടാണ് പോണെന്ന് വെച്ചാൽ അവർക്കറിയാം ഞാൻ മൂലം അവർ ഒരാളുടെ ഇങ്ങനെ കഷ്ടം മാറും എന്നുള്ള കാര്യം. സോണു, ചില ഗവൺമെന്റ് റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. താങ്കളുടെ കമ്പനിയെക്കുറിച്ചുള്ളതാണ്. 2020-21 താങ്കൾക്ക് 12,50,000 ഡൊണേഷനായിട്ട് കിട്ടി. അതെ സർ. പിന്നെ 2021 ഏപ്രിൽ തൊട്ട് സെപ്റ്റംബർ വരെ ഈ 3-4 മാസത്തിനുള്ളിൽ 20 കോടിയാണ് ഡൊണേഷനായിട്ട് കിട്ടിയത്. അതെ സർ. ഈ മാറ്റത്തിന്റെ കാരണം എന്താണ്? സർ, ഇതെങ്ങനെ മാറിയെന്ന് വെച്ചാൽ ജനങ്ങൾ ഞാൻ ഈ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ 80% ഡൊണേഷൻ ഞാൻ ചെയ്തതാണ്. അതായത് ഞാൻ ഈ വലിയ ബ്രാൻഡുകളോട് ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെയൊക്കെ ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഇപ്പോഴും ഓരോന്നും. അതായത് ഞാൻ ഇന്നോട്ട് നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ, അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യണം. ആ അംബാസിഡർ ആയിട്ടുള്ള പോലെ എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ മിച്ചം വെക്കാണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് സാർ. എല്ലാം ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, ഫൗണ്ടേഷൻസ് ആയിക്കോട്ടെ, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്താൽ മാത്രം മതി. സ്വന്തം ഡൊണേഷനിൽ നിന്നാണ് ഇതൊക്കെ വന്നത്. കാരണം ജനങ്ങൾക്ക് എൻ്റെ മേത്തൊരു വിശ്വാസം വന്നിട്ടുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോയാൽ പോലും അത് കറക്റ്റായ സ്ഥലത്ത് പോകുന്നു. പിന്നെ ഞാൻ എല്ലാ സ്ഥലത്തും ഇതുവരെ പോയിട്ട് എനിക്ക് ഡൊണേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടുമില്ല. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുക എന്തുകൊണ്ടാണ് ഈ നല്ല കാര്യം നിങ്ങൾ തനിച്ച് ചെയ്യുന്നതെന്നും പറഞ്ഞ്. അവർക്കും ചെയ്യാൻ ആഗ്രഹമുള്ളപ്പോൾ പറയും ഞാൻ നേരെ ഹോസ്പിറ്റൽസിൽ കൊടുക്കുമെന്നും പറഞ്ഞ്. നിങ്ങൾ അപ്പോളോയിൽ പോയി സംസാരിക്കണം, മാക്സ് ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ സംസാരിക്കണം. മാക്സിമം ജനങ്ങൾ തന്നെ ഒരുപാട് ഗസ്റ്റ് ആയിട്ട് വരാൻ പറഞ്ഞ് അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് ഡയറക്റ്റ് ചെക്ക് കൊടുത്തരേ, ഞാൻ അത് വെച്ച് ആർക്കെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തോളാം. അവിടെ അഡ്വാൻസ് ആയിട്ട് തന്നെ പോയി ചെക്ക് ഇരിക്കും. അപ്പം ഞങ്ങൾ പേഷ്യൻസിനെ ട്രീറ്റ്മെന്റിനായിട്ട് അയച്ചേക്കും. സോ ഇങ്ങനെയാണ് സാർ ഇതൊക്കെ ഒരു നെറ്റ്വർക്ക് ആയിട്ട് ഫോം ആയത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുബേരന്റെ ഖജാനയൊന്നും അല്ല ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഓടാനായിട്ട്. പക്ഷെ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പേരെ ഞാൻ ഇങ്ങനെ ഒരുമിപ്പിക്കണമെന്നും പറഞ്ഞ്. ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല സാർ. ഞാൻ ചിലപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്തൊക്കെ സംസാരിക്കും. അതായത് പിന്നെ എൻ്റെ ഫാമിലിയുടെ അടുത്തും പറയും ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും അറിയില്ല. ബട്ട് ഞാൻ ഇത് മാത്രമേ പറയത്തുള്ളൂ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല എനിക്ക്. ഈ 20 വർഷത്തിൽ ഞാൻ 100-ലും മേളിലുള്ള ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒരുമിപ്പിച്ച് നോക്കിയാൽ പോലും ശരിക്കും ഇപ്പം ഞാൻ ചെയ്യുന്നതിൽ വെച്ച് ഒരു 1% പോലും ഇല്ലാതെ ഈ ലോകം ഒരു അടിപൊളിയാണ് സാർ. പക്ഷെ ഞാൻ അറിഞ്ഞത് ഒരു പ്രാവശ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് വന്നു. പറയൂ സാർ. ഒരു പയ്യൻ അവന്റെ ഗേൾ ഫ്രണ്ടിനോട് ചേർത്ത് വെക്കാൻ പറഞ്ഞു എന്ന് കേട്ടു. സാർ, സത്യം പറയണമെങ്കിൽ ഒരുപാട് പേരെ ഞാൻ ഒരുമിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനങ്ങനെ ഒരുപാട് പേരെ ചേർത്തിട്ടുണ്ട് സാർ. അതായത് ഇതൊരു വകയിലുള്ള ഒരു സോഷ്യൽ ആണല്ലോ. പിന്നെ മറ്റൊരു പയ്യൻ എഴുതിയെന്ന് കേട്ടു അച്ഛനും അമ്മയും കുറച്ചാൾ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് അയക്കണമെന്ന്. നോക്കൂ സാർ, ജനങ്ങളുടെ ഒപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു നല്ല ബോണ്ടിങ് ആണ് ക്രിയേറ്റ് ആയത്. ഞാൻ തന്നെയാണ് എൻ്റെ സോഷ്യൽ മെസ്സേജൊക്കെ എഴുതുന്നത്. എനിക്ക് അതിനുവേണ്ടി PR ഒന്നും ഒരുമിച്ചില്ല സത്യം പറയണമെങ്കിൽ. ഞാൻ തന്നെയാണ് ഒരു എമോഷണൽ എല്ലാം ക്രിയേറ്റ് ചെയ്ത് എഴുതുന്നത്. എനിക്കൊരു വിഷമം വരുമ്പോഴൊക്കെ. പിന്നെ എങ്ങനെയാണ് ഇതിന് ഉത്തരം നൽകുക? ഞാനൊരു മെസ്സേജ് കണ്ടിരുന്നു, വില്യംസ് ശരിക്കും അടിക്കുകയാണ്, അദ്ദേഹത്തെ പവനിലേക്ക് തിരിച്ചയക്കണമെന്ന്. അതെ സാർ, അത് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ശരിക്കും എനിക്ക് അന്ന് ജനങ്ങളെല്ലാവർക്കും അറിയണം. അതായത് അവരൊരു മാച്ച് കാണാൻ പോവുകയാണെങ്കിൽ പോലും അവർക്ക് ഒരു സോനു സൂദ് എൻ്റെ അടുത്ത് ഇരിക്കുന്നതായിട്ട് ഒരു കരുതൽ വേണം. ഒരു ഭാര്യയും ഭർത്താവ് ഉണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ പ്രശ്നം വന്നാൽ പോലും അവരുടെ ഇടയിൽ സോനു സൂദ് ഹെൽപ്പിനായിട്ടുണ്ടെന്ന് കരുതണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സോ ഐ ഫീൽ ദാറ്റ് ഇതൊരു നല്ല ഫീലിംഗ് ആണ് ശരിക്കും.
ആൻഡ് അപ്പോ ഇതും വളരെ നല്ലൊരു ഫീലിംഗ് ആണ്. ഞാൻ വീട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ് സോണു സൂദ്, അതുകൊണ്ട് എനിക്ക് അർജന്റായിട്ട് ഒരു ബോട്ടിൽ ലിക്കർ വേണം. അതെ, ആ ഒരു ട്വീറ്റ് ഞാൻ കണ്ടിരുന്നു, അതായത് ലിക്കർ ബോട്ടിൽ വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഷോപ്പിലോട്ട് നീ തന്നെ പോ, നീ ചിലപ്പോൾ പാമ്പാവാണെങ്കിൽ നിന്നെ വീട്ടിലോട്ട് ഡോർ ഡെലിവറി ഒരാൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ മകൻ ടി വിയിൽ ഫിലിം കാണുകയായിരുന്നു. അതിൽ ഹീറോ സോണു സൂദിനെ അടിച്ചതുകൊണ്ട് അവൻ ആ ടി വി തന്നെ തകർത്ത് കളഞ്ഞെന്ന്. സോണു സാർ പുതിയ ടി വി ആവശ്യമുണ്ടെന്ന്. അതിന് ഞാൻ ഉത്തരം കൊടുത്തതാണ് സാർ. ഒരുപക്ഷെ ടി വി ഇങ്ങനെ പൊട്ടുവാണെങ്കിൽ, ഒരുപാട് ടി വി പൊട്ടുമ്പോൾ ജനങ്ങൾക്ക് ടി വി കൊടുക്കുന്നതായിരിക്കും എൻ്റെ ഒരു മെയിൻ പണിയെന്നും പറഞ്ഞ്. അതേ സാർ, ആരോ പൊട്ടിച്ചു, ആന്ധ്രയിലാണ് തോന്നുന്നത് നടന്നത്. സാർ, അത് ദൈവമാണ് എനിക്ക് തരുന്നത്, അതെൻ്റെ എതിരിൽ തന്നെ ഉണ്ട്, നോക്കിയോളൂ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞില്ലേ സാർ, ഞാൻ പഞ്ചാബിൽ നിന്നാണ് വന്നത്. പേര് കിട്ടണം, ഒരു ആക്ടറായിട്ട് ജനങ്ങൾ എന്നെ മനസ്സിലാക്കണം, കാണുമ്പോൾ തന്നെ എന്നെ എളുപ്പത്തിൽ അടയാളം കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ്. പക്ഷെ ഒരു വട്ടം ഈ ലോകത്തിന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ ഇതിന് മേലെ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നിയേക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ സാർ, ഞാൻ 2 സ്ഥലത്തായിരുന്നു ഇരുന്നത്. ഒരു ഫേസിൽ ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നു അന്ന്, കോവിഡ് ടൈമിൽ. പിന്നെ ആ സെറ്റിലോട്ട് വന്നു. പക്ഷെ അന്ന് ആ സെറ്റ് എനിക്ക് വളരെ ചെറുതായിട്ട് കണ്ടു സാർ. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും ദിവസം ഇതിൻ്റെ പിന്നാലെ അല്ല ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നതെന്ന്. ഇതിനു വേണ്ടി ഞാൻ ഇത്ര സ്ട്രഗിൾ ചെയ്തത്, ഞാൻ തേടി വന്നത് ഇതല്ലെന്നും പറഞ്ഞ്. സോ ഐ തിങ്ക് ദാറ്റ് അവേക്കിംഗ് ഓഫ് ലൈഫ് ഉണ്ടാവും സാർ. പിന്നെ ചില സമയം നിങ്ങൾക്ക് അത് തന്നെ ചെറുതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇന്ന് നിങ്ങളുടെ എതിരെ വന്ന് ഞാനിങ്ങനെ ഇരിക്കുന്നു. താങ്കൾ ഇനിയും ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്നാലും താങ്കളുടെ മേൽ കുറ്റാരോപണങ്ങൾ ഇനിയുണ്ട്. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം സോണു സൂദിനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. യങ്സ്റ്റേഴ്സായ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു കാര്യമാണ് പറയുന്നത്, ഒരിക്കലും നിങ്ങളുടെ ഡ്രീം ഒരിക്കലും വിടാൻ പാടില്ല. ഇത്രയും പേരുടെ എതിരിൽ ഞാൻ സാറിന് മുമ്പ് വാക്ക് നൽകുവാണ്. നിങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കേണ്ട, നിങ്ങൾ ആരെ എടുത്തില്ലെന്ന് പറഞ്ഞ് എൻ്റെ ഫിലിം ഫത്തേൽ നിങ്ങൾ ഒരു റോൾ ഞാൻ അഭിനയിപ്പിച്ചിരിക്കുന്നത് സത്യമാണ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സോണു സൂദ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ സോണു സൂദിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം നേതാക്കളുടെ പ്രവൃത്തിയിൽ ഇദ്ദേഹം തലയിടുന്നു എന്നുള്ളതാണ്. സോണു, പല രാഷ്ട്രീയക്കാരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ജനങ്ങളെ വീട്ടിലേക്ക് അയക്കുന്നത്, അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്, വിദ്യാഭ്യാസം, ഇതെല്ലാം ഞങ്ങളുടെ ജോലിയാണെന്നാണ്. അതെന്തിന് സോണു ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. സാർ, രാഷ്ട്രീയത്തിലെ എല്ലാവരും നല്ല കാര്യമാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഇന്ത്യൻസിൻ്റെയൊക്കെ സൈക്കോളജി ഉണ്ടല്ലോ, അതായത് ഒരാളെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാം അദ്ദേഹം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ്. ജനങ്ങൾക്കല്ല, പ്രോബ്ലം രാഷ്ട്രീയക്കാർക്കാണ്. ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറയുന്നത്, താങ്കൾ അതിഥി തൊഴിലാളികളെ ബസ്സിൽ അയച്ച സമയത്ത് അദ്ദേഹം പറയുന്നത്, ചില രാഷ്ട്രീയ പാർട്ടികൾ ബുദ്ധിപരമായിട്ട് താങ്കളെ ഒരു വലിയ മഹാനാക്കാൻ നോക്കുന്നു എന്ന്. അതെ സാർ, എനിക്കതറിയാം സാർ. ഐ തിങ്ക് ഇറ്റ്സ് ആൻ പെർസെപ്ഷൻ. അതായത് എന്താണെന്ന് വെച്ചാൽ, പറയുന്നത് സോണു സൂദിന്റെ മുഖം വെച്ചുകൊണ്ട് മഹാരാഷ്ട്ര ഗവൺമെന്റിനെ നാണം കെടുത്തിയാണ്. സാർ, നിങ്ങൾ നോക്കുവാണെങ്കിൽ, അതായത് അതായത് ഓരോ പാർട്ടിയുടെ ഓരോ വാക്കും അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. ജനങ്ങൾ എന്നെ ഓരോ പാർട്ടിയായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഞാനിന്നും അത് മാത്രമല്ല, അവര് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് ലോക്ക്ഡൌണിന്റെ സമയത്ത് ആർക്കും പോകാൻ പെർമിഷൻ ഇല്ലാത്തപ്പോൾ സോണു സൂദിന് മാത്രം ബസ് പോകാനുള്ള പെർമിഷൻ ആര് കൊടുത്തെന്ന്. സർ, ആ സമയം ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ പോലീസ് സ്റ്റേഷനിലും പെർമിഷൻ മേടിക്കാണ്ടൊന്നും ഇരുന്നിട്ടില്ല. ഒരു സ്ഥലത്തിന് വേണ്ടി പെർമിഷൻ മേടിക്കാണ്ടിരുന്നിട്ടില്ല. പെർമിഷൻ ഞാൻ ഒഫീഷ്യലി എല്ലാവർക്കും അയച്ചു കൊടുത്തിരുന്നു. അവര് പറയുന്നത് താങ്കൾ മോദിയുടെ ആളാണെന്ന്. സർ, മോദിജിക്ക് എല്ലാവരും അവരുടെ ആൾക്കാർ തന്നെയാണ് സർ. പക്ഷെ താങ്കൾക്ക് അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കി കാണും. അതായത് ഇതൊരു ആക്ടറാണ്, കാശ് കൊടുത്താൽ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന്. സർ, അങ്ങനെയൊന്നും ഒന്നുമില്ല സർ. അത് അവരെന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ജനങ്ങളെ റെയിൽവേ സ്റ്റേഷനിലൂടെ അയച്ചുകൊണ്ടിരുന്നതാ. ജനങ്ങളപ്പം എന്നെ വിളിച്ചിട്ട് നീ ന്യൂസ് കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ കണ്ടില്ല, നീ എന്ത് ന്യൂസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. നിന്നെക്കുറിച്ച് ആവശ്യമില്ലാത്തതൊക്കെ സംസാരിച്ച് എന്തൊക്കെയോ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, പറയുന്നവർ പറയട്ടെ, അതവരുടെ പണി, അതവരുടെ ഇഷ്ടം, നമ്മളൊന്നും പറയാൻ പറ്റില്ല. അതിനിപ്പുറം വൈകുന്നേരം ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ മാറിയിരിക്കുമായിരുന്നു സാർ. പക്ഷേ സാർ, എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ആരെന്ത് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. പ്രശ്നമായി, കാരണം താങ്കൾ വൈകുന്നേരം CM-നെ കാണാൻ വേണ്ടി പോയിരുന്നില്ലേ? അതായത് ഉദ്ധവ് താക്കറിന്റെ അടുത്ത് പരാതിപ്പെടാൻ. ഇല്ല സർ, കംപ്ലൈന്റ് ചെയ്യാൻ പോയില്ല. എനിക്ക് കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയതാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ അഡ്വൈസ് ചെയ്തത് കൊണ്ട് ജനങ്ങൾ കുറച്ച് സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ കുറച്ച് പേര് ദേഷ്യപ്പെട്ടിരുന്നു എൻ്റെ മേത്ത്. ഒരു വട്ടം പോയി കണ്ട് സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് അവർ. അതുകൊണ്ടാണ് ഞാൻ കാണാനായിട്ട് പോയതൊക്കെ എന്ന്. ഞാൻ പോയി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഞങ്ങളുടെ തരത്തിൽ ഒരു പ്രശ്നമില്ലെന്ന്. അത് ജസ്റ്റ് ഒരു കാഷ്വൽ മീറ്റിംഗ് ആയിരുന്നു സർ. അതോടുകൂടി തീരുന്നില്ല. BMC എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, താങ്കൾ
ഒരു റെസിഡൻഷ്യൽ ഹൗസിനെ ഹോട്ടലായിട്ട് മാറ്റിയെന്നാണ്. അക്കാര്യത്തിൽ കേസ് നടക്കുന്നുണ്ട്. സർ അത് ഞാൻ കെട്ടിയതല്ല, അത് ഓൾറെഡി ഒരു ഹോട്ടലായിരുന്നു. പിന്നെ ആരൊക്കെയായിരുന്നു അവിടുത്തെ മൈഗ്രൻസ് ആയിട്ട് ഇരുന്നത്? അപ്പോൾ പാവപ്പെട്ടവർക്ക് വീടില്ലാത്തത് കൊണ്ട് ഞാൻ അവരൊക്കെ അന്ന് അവിടെ താമസിപ്പിച്ചിരുന്നു. മൈഗ്രൻസ് എത്ര പേരുണ്ടായിരുന്നോ എല്ലാവരും ഞാൻ അവിടെ താമസിപ്പിച്ചിരുന്നു. പിന്നെ എല്ലാവരും ചോദ്യം ചോദിക്കാൻ ആരംഭിച്ചു, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞു. പക്ഷെ ഞാൻ പിൻവാക്കിയിട്ടില്ല. അവസാനം ശരത് പവാറിന്റെ അടുത്ത് പോകേണ്ടി വന്നു. ഇല്ല സർ, ഞാൻ ശരത് സാറിനെ വെറുതെ കാണാൻ പോയതാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരിക്കലും ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഹെൽപ്പും ചോദിച്ചിട്ടില്ല. ഇക്കാര്യം താങ്കൾക്ക് അറിയാമോ, ജനങ്ങളുടെ മധ്യത്തിൽ താങ്കൾക്ക് പോപ്പുലാരിറ്റി വന്നുകൊണ്ടേയിരിക്കുകയാണ്, പബ്ലിക് സപ്പോർട്ട് ലഭിക്കുന്നു. അതുകൊണ്ടുള്ള അസൂയയല്ലേ ഇതൊക്കെ? സർ അവർക്ക് അസൂയ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈം ലൈറ്റ് വരുമ്പോഴൊക്കെ പുക വരുന്നു അല്ലേ? പുക മാത്രമല്ല സർ, അവിടെ കത്തി ചാമ്പലായിരുന്നു. പക്ഷെ നടക്കും സാർ. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരിക്കലും സ്റ്റോപ്പ് ആവാൻ പാടില്ലൊന്നും. എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, അതായത് ജീവിതത്തിൽ ഒരിക്കലും സ്പീഡ് ബ്രേക്കേഴ്സ് വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ നീ കറക്റ്റായിട്ടുള്ള വഴിയിലല്ല പോകുന്നതെന്നർത്ഥം, നീ തെറ്റായ രീതിയിലാണ് പോകുന്നതെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ ചിലർ താങ്കളെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി താങ്കൾക്ക് ഫോൺ ചെയ്തിരുന്നു. അതെ, പ്രിയങ്കാജി എനിക്ക് കോൾ ചെയ്തിരുന്നു. ഇൻഫാക്ട് അവരായിരുന്നു ആദ്യം എനിക്ക് ഫോൺ വിളിച്ച് നീ നല്ല കാര്യമാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ സ്മിതി റാണി എനിക്ക് വിളിച്ചിട്ട് നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്യുന്നത്, കുറച്ചുകൂടെ ഊർജ്ജമായിട്ടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഐ തിങ്ക് ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കറക്റ്റായ പാതയിലാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പല ചീഫ് മിനിസ്റ്റേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റും ഞാൻ കണ്ടിരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്, അതുപോലെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി റാവത്ത്, ഒറീസ CM, ഇവരെല്ലാവരും താങ്കളെ വളരെയധികം പ്രശംസിച്ചിരിക്കുകയാണ്. അതെ സർ, ആക്ച്വലി ഇൻഫാക്ട് ഞാൻ ഈ ഫ്ലൈറ്റ്സ് സ്റ്റാർട്ടായ സമയത്തും മറ്റേ നമ്മുടെ ബസ്സസ് സ്റ്റാർട്ടായ സമയത്തും ഞാൻ ഈ സ്റ്റേറ്റ്സിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഫ്ലൈറ്റ് പറന്നിരുന്നു. അത് കൊച്ചിയുടെ അടുത്തുള്ള എറണാകുളത്തായിരുന്നു പറന്നു പോയത്. അപ്പോൾ അവിടെ ഏകദേശം ഒരു 170ഓളം പെൺപിള്ളേരുണ്ടായിരുന്നു. അവർ ഒരു സ്റ്റിച്ചിങ് ഫാക്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ ഒരാൾ പറഞ്ഞു പുറത്ത് കൊണ്ടുവരണമെന്നും പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി തന്നെ ഞങ്ങൾ അവിടെ സ്പെഷ്യൽ പെർമിഷൻസ് ഒക്കെ മേടിച്ചെടുത്ത് അവിടെ രാത്രി തന്നെ എറണാകുളത്ത് നിന്ന് കൊച്ചിയിലോട്ട് വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ എയർപോർട്ട് ഓപ്പൺ ചെയ്യാൻ എനിക്ക് രാവിലെ ഒരു 1.5 മണിക്കൂർ പെർമിഷൻസ് കിട്ടിയിരുന്നു. പിന്നെ ഞാൻ അവരെ അവിടെ കൊച്ചിയിൽ നിന്ന് ഭുവനേശ്വറിലോട്ട് ഫ്ലൈ ചെയ്ത് കൂട്ടിക്കൊണ്ടു വന്നു. അപ്പോൾ അവിടെയുള്ള CM പട്നായക് സാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന്. സോ ഇതാണ് സാർ എന്നെ ഇങ്ങോട്ട് ഇനിയിട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. രാഷ്ട്രീയക്കാർ അവർക്ക് ലാഭമില്ലാത്ത ഒരു പ്രവൃത്തിയിലും ഇറങ്ങാറില്ലല്ലോ അല്ലേ? പക്ഷേ ഇപ്രാവശ്യം ചെയ്തു സാർ. പക്ഷേ ഇപ്രാവശ്യം എക്സ്പെക്ഷൻ ആയിരുന്നു. ബട്ട് ഐ തിങ്ക് അവരുടെ ഗ്രേറ്റ്നസ് ഇതാണ്, ഞാൻ ചെയ്യുന്നത് കറക്റ്റാണെന്ന് അക്നോളജ് ചെയ്തു അവർ. അപ്പം ഞാൻ അവർക്ക് കൈകൂപ്പി അവിടെ ഒരു താങ്ക്സ് പറഞ്ഞിരുന്നു. ഞാൻ അറിഞ്ഞത് താങ്കൾക്ക് ഏതോ ഓഫർ ലഭിച്ചിട്ടുണ്ടെന്നാണ്. സാർ എനിക്ക് ഓഫർ വന്നിരുന്നു. എനിക്ക് വലിയ വലിയ പോസ്റ്റൊക്കെ കിട്ടിയതാണ്. അവിടെയൊക്കെ പോയി ചേരാനായിട്ട് ഒരുപാട് വർഷങ്ങളെടുക്കും. അതുപോലത്തെ ഓഫേഴ്സ് ഒരുപാട് കിട്ടി. രാജ്യസഭാ ഓഫറും കിട്ടിയിരുന്നു. എനിക്ക് വളരെ സന്തോഷമായിരുന്നു, വളരെ നല്ല കാര്യമായിരുന്നു. പക്ഷെ ഞാൻ അതിന് തയ്യാറായിട്ടില്ലെന്ന് എനിക്ക് തോന്നിയത്. അതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ട്. അതായത് മനസ്സിലൊരു നല്ല ഫീൽ കിട്ടുന്നവരെ അതിലോട്ട് ഇറങ്ങാൻ പാടില്ലെന്ന് ഞാൻ ഫിക്സ് ചെയ്തതാണ് സർ. അതുകൊണ്ട് ഞാനിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു എൻ്റെ അടുത്ത് ഓഫർ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അവിടെയൊക്കെ പോകണമെങ്കിൽ ഓരോരുത്തരുടെ ജീവിതം തന്നെ തീർന്നു പോകും ആ സമയത്തിന് ഇപ്പം പറഞ്ഞു. സോ ഐ തിങ്ക് ദാറ്റ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണത്. അതുകൊണ്ടാണിത്. പക്ഷേ ഈ ഇമേജൊക്കെ താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ പ്രയോജനപ്പെട്ടോ? താങ്കളുടെ സിസ്റ്ററിനെ താങ്കൾ ഇലക്ഷനിൽ നിർത്തി കോൺഗ്രസിന്റെ സീറ്റ് വാങ്ങിച്ചിട്ടാണ് നിർത്തിയത്. പക്ഷെ അതിന് നോക്കുവാണെങ്കിൽ നിങ്ങൾ പോയി. എൻ്റെ സിസ്റ്റർ ഒരുപാട് ചാരിറ്റി വർക്ക്സ് മുമ്പോട്ട് ചെയ്യുന്നതാണ് സാർ. ആക്ച്വലി വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്, ഒരുപാട് വർഷങ്ങളായിട്ടും. മോഗയിൽ പോയി നോക്കുവാണെങ്കിൽ വീട്ടിന് മുമ്പ് ഒരുപാട് ആൾക്കാർ നിപ്പുണ്ടാവും സാർ. ഇങ്ങനെ ലോക്കൽ MLA അടുത്ത് ആരും പോവില്ല സാർ, എല്ലാവരും ഇങ്ങോട്ട് തന്നെ വന്ന് നിൽക്കുന്നത് ഇതിനു വേണ്ടി. സോ എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിന് ഇനിയും തയ്യാറല്ല സാർ. അതാണ് ഞാൻ ശരിക്കും. പക്ഷേ ഇത് സത്യമാണ്. താങ്കൾക്ക് രാഷ്ട്രീയം അറിയാണെങ്കിൽ ഈ കാര്യം തീർച്ചയായിട്ടും അറിയാം. ഈ പ്രാവശ്യം ആം ആദ്മി പാർട്ടി ആയിരിക്കും വരുന്നത്, അതുകൊണ്ട് അവരുടെ അടുത്തുനിന്ന് ഒരു സീറ്റ് വാങ്ങിക്കും. കേജ്രിവാൾ സാർ നല്ല കാര്യമാണ്. ഇൻഫാക്ട് അദ്ദേഹവും നോ എന്നാണ് പറഞ്ഞത്. സാർ ഞങ്ങൾക്ക് കാര്യം എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഇരുത്തിയാലും ഞങ്ങൾ അവിടെ ഇരിക്കും, എവിടെ നിർത്തിയാലും ഞങ്ങൾ അവിടെ നിൽക്കും. ഞങ്ങളുടെ ലക്ഷ്യം വേറെയാണ് സാർ. ജയിക്കുന്നത് ഒരിക്കലും ഇമ്പോർട്ടൻ്റ് അല്ല. ഒരുപാട് പേര് ജയിക്കുന്നുണ്ട്, വലിയ വലിയ പോസ്റ്റിലോട്ടൊക്കെ പദവി ഏൽക്കുന്നുണ്ട് എല്ലാവരും കൂടെ. പക്ഷെ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ജനങ്ങളുടെ മനസ്സ് കീഴടക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന്. അവരുടെ വാതിക്കലിലോട്ട് ജനങ്ങൾ എന്നാണ് വന്ന് നിൽക്കുന്നത് അന്നാണ് അവർ വിജയിച്ചതായിട്ട് അർത്ഥം. ഒരുപക്ഷെ നിങ്ങൾ വിജയിച്ചിട്ടും വീട്ടിലോട്ട് ആരും വന്നില്ലെങ്കിൽ അപ്പോൾ വിജയിച്ചിട്ട് കാര്യമില്ലെന്നല്ലോ. പക്ഷെ താങ്കൾക്ക് ഇത് തോന്നിയില്ലേ സ്ട്രാറ്റജി തെറ്റായി പോയെന്ന്? ആം ആദ്മി പാർട്ടിയിൽ വന്നിരുന്നെങ്കിൽ എല്ലാം നന്നായിട്ട് നടന്നേനെ അല്ലേ? സാർ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഇപ്പോൾ ജയിച്ചാലും എന്താ സംഭവിക്കാൻ പോണേ? ഒരുമിച്ചിരിക്കും. ഒരുമിക്കുന്ന നല്ല കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ആം ആദ്മി പാർട്ടി കേജ്രിവാൾ സാറും പറഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെയാണ് സാർ, അത് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇനിയും അല്ല, താങ്കൾ പേടിച്ചു പോയോ ഒരു പ്രാവശ്യം കേജ്രിവാളിനെ കണ്ടപ്പോൾ ഇൻകം ടാക്സുകാർ വരുമെന്ന്? ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ 19 ദിവസം കഴിഞ്ഞ് ഒരു അതിഥി വന്നല്ലോ. 19 ദിവസമോ? ഞാൻ കാൽക്കുലേഷൻ മറന്നു.
വന്നിരുന്നു സാർ. പക്ഷേ ലൈക്ക് ഐ സെഡ് ദാറ്റ് ഞാൻ അരവിന്ദ് സാറിനെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു അടിപൊളിയായിട്ടുള്ളൊരു കാര്യം, ഞാൻ ഈ എഡ്യൂക്കേഷനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇന്നും ഒരു പ്രൊഫസറുണ്ട്, അതായത് നിങ്ങൾ ഇന്നും ഏതൊരു ഫീൽഡിനെ കുറിച്ച് സംസാരിച്ചാലും CA IAS ആയിരക്കണക്കിന് പിള്ളേരാണ് പഠിപ്പിക്കുന്നത്. അരവിന്ദ് സാറ് എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ ഐ ഷുഡ് ബി ദ ഫേസ് ഓഫ് പ്രോഗ്രാം ഫോർ ദ മെൻറ്റോർ. ജനങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ മെൻറ്റോർഷിപ്പ് ചെയ്യേണ്ടത്, ആ മെൻറ്റോർഷിപ്പ് ഫേസിന് വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അവിടെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അതായത് എനിക്ക് പൊളിറ്റിക്കൽ ആംബിഷൻ ഇല്ലെന്നും പറഞ്ഞ്. ഞാൻ ജസ്റ്റ് പിള്ളേരെ പഠിപ്പിക്കാനായിട്ടാണ് വന്നത്. പക്ഷേ ജനങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടു കാണും, വല്ല ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ സാറ് വരുമ്പോൾ എല്ലാവരും വരുന്നത് സ്വാഭാവികമാണല്ലോ. അല്ല, ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അല്ല ഇപ്പോൾ BBC ഓഫീസിൽ വരുന്ന പോലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ലതാണ് സാർ. അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ രാവിലെ 5:30-6 മണിക്ക് വന്ന സമയത്ത് ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത് പെട്ടെന്ന് ആരാന്ന്. ഞാൻ ആരാന്ന് അവർ ചോദിച്ചിരുന്നു. ഒന്ന് ഞാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വന്നെന്ന്. വരൂ സാർ, വെൽക്കം പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞുള്ളൂ എന്ന്, അതായത് നിങ്ങൾ 2-4 എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ ഇരുന്നാലും അതിലൊന്നും എനിക്കൊരു കുഴപ്പവും ഇല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. പിന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ ഒരു ഹാപ്പി ആയിട്ട് പ്ലേസിൽ നിന്ന് പോയിരിക്കില്ലെന്ന്. പിന്നെ അവരും പറഞ്ഞു സാർ പോകുന്ന സമയത്ത്, അതായത് പോകുന്ന സമയത്ത് അവർ പറഞ്ഞത് എൻ്റെ വീട്ടിൽ കബോർഡിൽ ഒന്നത്തിനും ഒരു ലോക്കൊന്നുമില്ല, വേറെ എന്തായാലും ലോക്ക് കാണത്തില്ല, എല്ലാം ഓപ്പണാണ്. ഞങ്ങളുടെ കബോർഡ് അങ്ങനെ തന്നെ ഇരിക്കും. ഞങ്ങളുടെ വീട്ടിൻ്റെ വാതിക്കൽ പോലും ലോക്കില്ല. ഞങ്ങൾ രാവിലെ അത് ഓപ്പൺ ചെയ്തിട്ടേക്കാം, ആർക്ക് വേണമെങ്കിലും അകത്ത് വരാം, ആർക്ക് വേണമെങ്കിലും പുറത്തു പോകാം. അവർ ഈ കബോർഡും ഡ്രോയറൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ അല്ല ഇതിനൊന്നും ലോക്കില്ലെന്നാണ് ചോദിച്ചത് എൻ്റെ അടുത്ത് ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാർ എല്ലാം ഓപ്പൺ ആണ്, ഇവിടെ എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ശീലം എന്ന്. അപ്പോൾ ഐ തിങ്ക് ദേ തോട്ട് ദാറ്റ് ഇതൊരു നല്ല സ്ഥലമാണ്. പക്ഷെ അവർ പോയതിന് ശേഷം അവരയച്ച റിപ്പോർട്ട്, അതിൻ്റെ ഡീറ്റെയിൽ എൻ്റെ അടുത്തുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷനിൽ ഈ കാര്യം മനസ്സിലായി. ആക്ടർ സോണു സൂദിന്റെ കമ്പനിയിൽ ടാക്സ് ഏവിയേഷന്റെ ബോഗസ് എൻട്രി കണ്ടുപിടിച്ചു. പിന്നെ ക്യാഷിന് പകരം ചെക്കാണ് നൽകിയിരിക്കുന്നത്. സോ സാർ, ഞാൻ അവർ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഇന്നും ഡോക്യുമെൻറ്റ്സ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇന്ന് വരെ. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ അവരെ നല്ലപോലെ റെസ്പെക്ട് ചെയ്യുന്നു. അവർ വളരെ ഹോണറബിൾ ആണ്. അവർക്ക് എവിടെ സെർച്ച് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ. പക്ഷേ ഞങ്ങൾ ഓരോ ഡോക്യുമെൻറ്റ്സും അവർക്ക് സബ്മിറ്റ് ചെയ്തതാണ്. പിന്നെ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് കാരണം അത് തന്നെയാണ്, എല്ലാം നല്ല രീതിയിൽ മാറും എന്നുള്ളൊരു വിശ്വാസത്തിൽ. ബട്ട് ലൈക്ക് ഐ സൈഡ് അവരുടെ പണി അവർ നോക്കി, അത്രേ ഉള്ളൂ. മറ്റൊരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. ജയ്പൂർ ബേസ്ഡ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ കൂടെ 175 കോടി 175 crores അവരോടൊപ്പം ഡ്യൂബിയസ് സർക്കുലർ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നു. സാർ, ഇതിന് എനിക്ക് ഒരു സംബന്ധമില്ല. ഇതിന് ആക്ച്വലി ഞാൻ തന്നെ ഒരു ചോദ്യം ചോദിക്കണം സാർ. എനിക്കും ജയ്പൂരിന് ഒരു സംബന്ധമില്ല. എനിക്കും അതിനും ഒരുപാട് ദൂരത്തിനുള്ള ഒരുപാട് കണക്ഷൻസ് ഇല്ല. അതിന് ഞാൻ അവർക്ക് ആരംഭത്തിൽ തന്നെ ഒരു ഫസ്റ്റ് റീസൺ ഞാൻ പ്രൂഫ് കൊടുത്തതാണ്. വേറെ ആരുടെ അടുത്തൊക്കെ പോയിട്ടാണത് എൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഇതിന് ഒരു സംബന്ധവും ഇല്ലെന്നേ ഞാൻ എപ്പോഴും പറയത്തുള്ളൂ. ഇതെല്ലാം കണ്ടതിന് ശേഷം താങ്കൾക്ക് തോന്നിയില്ലേ ആരോടും ഫൈറ്റൊന്നും പോകണ്ടെന്ന്? അത് ശിവസേന ആയാലും ശരി, BJP ആയാലും ശരി, ആം ആദ്മി പാർട്ടി ആയാലും ശരി. സാർ, എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ഇതുപോലത്തെ എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ മോർ സ്ട്രോങ് ആക്കുന്നു. എനിക്ക് ആ ലൈൻസാണ് സാർ ഓർമ്മ വരുന്നത്. അത് വിശ്വാസത്തോടെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സമയം വരും. അങ്ങനെ ഒരു സമയം വരുമ്പോൾ ആ ക്ലോക്ക് അവരുടേതായിരിക്കും. ആ ക്ലോക്ക് അവരുടേതാവുമ്പോൾ സമയം നിൻ്റേതായിരിക്കും. So also all this experiences makes me stronger. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ എക്സാമ്പിൾ തരാം സാർ. ഒരു ജോധ്പൂരിൻ്റെ കേസ്. ഒരാൾക്ക് ട്രീറ്റ്മെൻറ്റ് നോക്കണം. അപ്പോൾ അവരുടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ, പിന്നെ അദ്ദേഹത്തിൻ്റെ മോനും ലിവർ ട്രാൻസ്പ്ലാന്റ് കേസ്. അതിന് 25 to 28 ലക്ഷം വരെ ആവും. പിന്നെ ആ പയ്യൻ്റെ പേര് ഒരു ശുഭം. ജോധ്പൂരിലെ പയ്യനാണ്. എൻ്റെ ഫ്രണ്ട് ഒരാളാണ് റെഫർ ചെയ്തത്. പിന്നെ ഞാൻ ഹൈദരാബാദിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിൽ സംസാരിച്ചു. അപ്പം ഞാൻ ആ എമൗണ്ട് കുറച്ച് 35-ന്ന് 28 എടുത്തുകൊണ്ട് വന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, സാർ അവരുടെ അടുത്ത് പൈസയെല്ലാം ഞാനാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് 18 ലക്ഷത്തിൽ നമുക്ക് തീർക്കാമെന്നും. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളെ കൊണ്ട് പറ്റുന്നു ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ 2-2.5 ലക്ഷം ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ എന്ന്. ഞാൻ CM ഓഫീസിലോട്ട് ഫോൺ വിളിച്ച് കുറച്ച് ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ CM ഓഫീസിൽ നിന്ന് ഒരു 10 ലക്ഷത്തിൻ്റെ ചെക്കും ഇവരുടെ അടുത്ത് ഒരു 2.5 ലക്ഷം, പിന്നെ ബാലൻസ് 6 ഞാൻ ആ പണി തീർത്തു. അപ്പം തന്നെ 18 lakhs ആ ട്രീറ്റ്മെൻറ്റ് തീർന്നു. 1.5 മാസം ശേഷം എനിക്ക് ബില്ല് വന്നു. അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് 18 ലക്ഷത്തോളമായിരുന്നു ബില്ല് വന്നത്. അപ്പം ഞാൻ ചോദിച്ചാൽ CM ഓഫീസിൽ നിന്ന് 10 ലക്ഷം രൂപ വന്നതല്ലേ സാറിന്? എന്താ പറ്റിയെന്ന് വെച്ചാൽ CM ഓഫീസിൽ നിന്ന് വരുന്ന പൈസ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പം ഞാൻ അവർക്ക് ഫോൺ വിളിച്ച് ചോദിച്ചു, ആ പയ്യൻ്റെ അക്കൗണ്ടിൽ ആ പൈസ വന്നിട്ടില്ലേ, പയ്യനെ നമ്മൾ രക്ഷിച്ചില്ലേ? അപ്പോൾ ഹോസ്പിറ്റൽ ബില്ല് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പയ്യൻ്റെ ഫ്യൂച്ചർ നോക്കണ്ടേ നമ്മളെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അവന് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഒരു കാര്യമില്ലല്ലോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞത് സാർ സോറി ചിലവായി പോയിന്ന്. സോ ഏത് ഫ്രണ്ടാണോ എനിക്കിത് റെഫർ ചെയ്തത്, ഞാൻ പിന്നെ ആ പയ്യനെ ഇതുവരെ കണ്ടിട്ടില്ല.
സോ എൻ്റെ ഫ്രണ്ട് ഫീൽ ചെയ്തു ഇതുപോലത്തെ ആൾക്കാർക്ക് ഒരിക്കലും സഹായം ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞ്. പക്ഷേ എനിക്കന്ന് എന്താ തോന്നിയെന്ന് വെച്ചാൽ വേറെ ആർക്കെങ്കിലും ഇതുപോലത്തെ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടിയാൽ അവർ അന്ന് തന്നെ ആ പരിപാടി നിർത്തുമെന്നുള്ളതാണ്. ഇത് ആരെങ്കിലും ഒക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിട്ടേക്കും അവർ. പക്ഷേ ഞങ്ങൾ അതിനുശേഷവും ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ഇത് ഞങ്ങൾക്കൊരു ചെറിയ ടെസ്റ്റിംഗ് പോലെയായിരുന്നു. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങാനും സ്റ്റോപ്പായി പോയാൽ പിന്നെ അത് പറയാൻ പറ്റില്ലല്ലോ സാർ. പിന്നെ അത് സ്റ്റോപ്പായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം കൂടി പറയണം. അമിതാഭ് ബച്ചൻ രാഷ്ട്രീയത്തിൽ വന്ന സമയത്ത് വളരെ വേഗം തന്നെ അദ്ദേഹം തിരിച്ചു വരേണ്ടി വന്നു. കാരണം ഇത് ഒരു അഴുക്ക് പിടിച്ച സ്ഥലമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സാർ അത് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം സാർ നിങ്ങൾക്ക്. യെസ്, ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കും. അപ്പോൾ മുതിർന്നവർ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിലോട്ട് ജനിച്ച് വീണെങ്കിൽ ആദ്യം നടുവായിരിക്കും സ്ട്രോങ് ആയിട്ടിരിക്കണം, അതായത് മുതുക്. ജയിച്ചാൽ അവിടെ തട്ടത്തുള്ളൂ, തോൽപ്പിക്കണമെങ്കിൽ അവിടെ കുത്തത്തുള്ളൂ എന്ന്. സോ എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കും നിങ്ങളെ. അപ്പോൾ നിങ്ങളെ കൊണ്ട് കേൾക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സർവൈവ് ചെയ്യും. എമോഷണൽ ആയി കഴിഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് ഇവിടെ സർവൈവ് ആവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഇന്ത്യയെ ഒന്നിച്ച് ചേർക്കാമെന്നാണോ? രാഹുൽ ഗാന്ധി തെറ്റിദ്ധരിക്കില്ലേ? അദ്ദേഹം ഇന്ത്യയെ ഒന്നിച്ച് ചേർക്കാൻ പുറപ്പെട്ടില്ലേ? സാർ ആരെ കൊണ്ട് ഒരുമിപ്പിക്കാൻ കഴിയുമോ അവർ ഒരുമിപ്പിക്കും സാർ. അതിനുവേണ്ടി പിന്നെ ഞാനും ഇവിടുന്ന് ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ അത് രാഹുൽജി ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പിന്നെ ഇവിടെയുള്ള എല്ലാവരും ചെയ്യുന്നുണ്ട്, പിന്നെ നിങ്ങളും ചെയ്യുന്നില്ലേ സാർ? നിങ്ങൾ ഇവിടെയുള്ള എല്ലാവരും ഒരുമിപ്പിച്ചില്ലേ ഇവിടെ? ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സോണു, താങ്കൾ നല്ല കാര്യമാണ് ചെയ്യുന്നത്. സത്യത്തിൽ താങ്കളുടെ സേവനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. പക്ഷേ കുറച്ച് ശ്രദ്ധിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ പബ്ലിക്കിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങളൊരു ദിവസം എത്ര ജോലിയാണ് ചെയ്യുക? വർക്കൗട്ട് കഴിഞ്ഞു, ആക്ടിങ് കഴിഞ്ഞു, പിന്നെ സോഷ്യൽ വർക്ക് കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ടൈംലി മാനേജ് ചെയ്യാൻ കഴിയുന്നത്? ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. നീ ചോദിക്കുന്നത് കറക്റ്റ് തന്നെയാണ് മോനെ, കറക്റ്റ് തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് ഐഡിയ ഇല്ല. നമ്മൾ വലിയ രീതിക്ക് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നന്നായിരുന്നാൽ അത് നമ്മൾ എൻജോയ് ചെയ്യാൻ ആരംഭിച്ചാൽ നമ്മൾ ഒരിക്കലും ക്ഷീണിക്കത്തില്ല. അതാണ് സത്യം. ഞാൻ ഈ കോവിഡ് സമയത്തൊക്കെ 22 മണിക്കൂറോളം ഉറങ്ങാണ്ടിരുന്നു. അപ്പോൾ ദിവസം ഇങ്ങനെ 22 മണിക്കൂർ ഉറങ്ങില്ല, 2 മണിക്കൂർ ഉറങ്ങുള്ളൂ. പക്ഷേ ഞാൻ ക്ഷീണിക്കത്തില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും കുറച്ച് സമയത്ത് അങ്ങോട്ട് ടയേർഡാവും. ഉറങ്ങണമെന്ന് വിചാരിച്ചാലും ഉറങ്ങാൻ കഴിയത്തുമില്ല. എനിക്കറിഞ്ഞ് ടൈം മാനേജ് ചെയ്യുന്നതും ഒരു മെന്റൽ ഗെയിമാണ്. ആരുടെ അടുത്തും ഒരു സമയത്ത് ഒരു സമയം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ പറഞ്ഞു വരുന്നത് ദിവസം മുഴുവൻ ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ താങ്കൾ എപ്പോൾ ആക്ട് ചെയ്യുന്നതാണ്. ഇപ്പം എനിക്കൊരു പടം സ്റ്റാർട്ടാകാൻ പോവാണ്. അപ്പോൾ ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് സാറിൻ്റെ ഫോൺ കയ്യിൽ തന്നെ ഉണ്ടാകും, പകുതി സമയം ചാരിറ്റിക്ക് പോയിരിക്കും, പിന്നെ എപ്പോഴാണ് ആക്ട് ചെയ്യുന്നതെന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാൻ ലൈഫ് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് യു നോ, നമുക്ക് രണ്ടും അത്യാവശ്യമാണ്. സർ, എന്റെ ചോദ്യം, താങ്കളുടെ പുതിയ മൂവി ഏതാണ് ഇറങ്ങാൻ പോകുന്നത്? ഞാനിപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫത്തേ, സൈബർ ക്രൈം ഫിലിമാണത്. ഇൻഫാക്ട് അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനീ ജനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഫോൺ മൂലം എത്രയോ പേർക്ക് ഫേക്ക് ലോൺസ് കിട്ടുന്നതായിട്ട് ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്. ഞാൻ 200-250 FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ റിസർച്ച് ചെയ്യാൻ ആരംഭിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത് സൈബർ ക്രൈം ഒരു വലിയ ലോകമാണ്, ഒരു വലിയ നെറ്റ്വർക്കാണ്. ഇന്ന് പോലും ഒരു വലിയ എയിംസ് ഹാക്കായിരുന്നു. ചെറിയ ആൾക്കാരുടെ അടുത്തുനിന്ന് പോലും പൈസ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സബ്ജക്റ്റ് തന്നെ എടുത്ത് റിസർച്ച് ചെയ്ത് ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ കുറച്ച് റൈറ്റേഴ്സിനെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സിനിമയുടെ പേരാണ് ഫത്തേ. പിന്നെ 10 ദിവസമായിട്ട് ഓൺ ഫ്ലോർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ദിസ് ഇയർ ആൻഡ് യു വിൽ സീ ദാറ്റ് ആൻഡ് വി ക്യാൻ entertain you people. നിങ്ങൾ എന്തോ സർ, പറഞ്ഞിരുന്നല്ലോ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. പറയൂ. സർ, എന്റെ പേര് വർഷ. എനിക്ക് കാത് കേൾക്കില്ല. ഇതിന്റെ സിംബോളിക്കൽ നെയിമാണ്. താങ്കളുടെ പേര് സോനു എന്നായതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർ സിംബോളിക്കലായിട്ട് കാണിച്ചാണ് സംസാരിക്കാറുള്ളത്. സർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ താങ്കളോട് 2 ചോദ്യങ്ങൾ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആക്ടിംഗ് കരിയറിൽ എന്റെ ഡ്രീം ഒരു ആക്ട്രസ് ആവുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ മൂവീസും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഹിയറിംഗ് ആൾക്കാർക്ക് നല്ല ചാൻസ് കിട്ടുന്നു. ഞങ്ങൾക്ക് കാത് കേൾക്കാത്തത് കൊണ്ട് ഈ ഫീൽഡിൽ നിന്നും ഞങ്ങളെ മാറ്റി നിർത്തുന്നു. പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ സിംബോളിക് ഭാഷയുണ്ടല്ലോ. നിങ്ങൾ ആക്ടറാണോ? അതെ സാർ. പിന്നെ ഇതിനു മുമ്പ് ഞാൻ നിറയെ ആക്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയും പൊളിറ്റിക്സ് നടക്കുന്നത് കൊണ്ട് എനിക്കതിൽ ഒരിക്കലും മുന്നേറാൻ സാധിച്ചില്ല. വർഷ, ഞാൻ ഇത് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വപ്നം കളയാൻ പാടില്ല. എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. അതായത് നിങ്ങളിവിടെ നിങ്ങളുടെ എമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ. ഞാൻ നിങ്ങൾക്ക് ഇവരുടെ എല്ലാവരുടെ എതിരെ സാറിനെതിരെ ഒരു വാക്ക് തരാം. ഞാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു നല്ല റോള് ഫത്തേ ഫിലിമിൽ തന്നിരിക്കും. അത് ഞാൻ വാക്കാണ്, സത്യം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു വെരി മച്ച്. സോണു സാർ, ഇത് താങ്കളുടെ ഒരു ആകാംക്ഷയാണ്. ഈ ആകാംക്ഷയാണ് താങ്കളെ ഇത്രയും ദൂരം കൊണ്ടെത്തിച്ചതെന്ന് തോന്നുന്നു. സാർ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാനൊരു മീഡിയേറ്റർ ആണ്. എനിക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിഞ്ഞോന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചാറിയിരിക്കുന്നതെന്ന് സത്യം പറയണമെങ്കിൽ. ബട്ട് ലൈക്ക് ഐ സെഡ് സാർ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമെല്ലാം ഞാൻ ശ്രമിച്ചിരിക്കും സാർ, ഉറപ്പായിട്ടും വിടത്തില്ല. ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിമെന്റ് എന്താണെന്ന് പറയുന്നതായിരിക്കും. ഇന്ന് നമ്മൾ സോണു സൂദിന്റെ മേലാണ് വിചാരണ നടത്തിയത്. അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ഫിലിം ജീവിതത്തിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ചോദിച്ചു. ഫണ്ടിങ്ങിനെ കുറിച്ച് ചോദിച്ചു. ഇന്നത്തെ ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയായ രാജ്യസഭാ മെമ്പർ വിക്രംജി സാനിയുടെ ജഡ്ജ്മെന്റ് നോക്കാം. നമ്മുടെ ഈ ജനങ്ങൾ പറയുന്നത് കാലങ്ങൾ എപ്പോഴും മാറും, അതുകൊണ്ട് കാലത്തെ മാറ്റിയെടുക്കുന്നവനാണ് സാർ, ആണെന്ന്. വളരെ നന്ദിയുണ്ട് ഈ വാക്കിനൊക്കെ. പിന്നെ താങ്കൾ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വിശ്വാസം നൽകിയിരിക്കുന്നു. പിന്നെ ഒരു ഡെഫൻഡം പെൺകുട്ടിക്ക് ഫത്തേ മൂവിയിൽ ഈ സ്പോട്ടിൽ തന്നെ ഒരു നല്ല ക്യാരക്ടർ തരാമെന്ന് വാക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഈ കോടതിയുടെ മുമ്പിൽ താങ്കൾ ഒരു റിയൽ ലൈഫ് ഹീറോയാണ്. കോവിഡ് സമയത്ത് മൈഗ്രന്റ് ലേബേഴ്സ്, സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് എന്ന ഒരുപാട് കാര്യങ്ങൾ നൽകിയിരിക്കുന്നു. ഞാനും ഈ ഫിലോസഫിയെ ചേർന്നവനാണ്. എക്സ്റ്റെൻഡിങ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു നീഡി ഈസ് ഈക്വൽ ടു ജോയിനിങ് ടു ഹാൻഡ്സ് ഫോർ പ്രേയേഴ്സ്. താങ്ക് യു സോ മച്ച് സാർ. പിന്നെ താങ്കൾ പറയുന്നത് റിയൽ ലൈഫിൽ സാധാരണ ഈ സിനിമ 3 മണിക്കൂറിൽ തീർന്നേക്കും. പക്ഷേ റിയൽ ലൈഫ് ഒരു സേവനമാണ്, യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സേവനം. അത് എന്നും തുടരട്ടെ, എപ്പോഴും തുടരട്ടെ. നിങ്ങളിതുപോലെ സമൂഹ സേവനം ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ കോടതി താങ്കളെ വളരെ ഗൗരവത്തോടെ റിലീസ് ചെയ്യുന്നു. ഒപ്പം താങ്കൾ ഇതുപോലെ എപ്പോഴും സമൂഹ സേവനം ചെയ്തുകൊണ്ടേയിരിക്കണം. താങ്കൾ യാതൊരു ചർച്ചയിലും കുടുങ്ങാതെ ധൈര്യത്തോടെ മുന്നോട്ടു പോകണം. വളരെ നല്ല രീതിയിൽ സമൂഹ സേവനം ചെയ്യണമെന്ന് ഈ കോടതി താങ്കളെ പ്രോത്സാഹിപ്പിക്കും. നന്ദിയുണ്ട് സാർ, നിങ്ങളുടെ ആശീർവാദത്തിന്. താങ്കൾ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഇത് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് സാർ, ഞാൻ ഈ ലൈനിൽ നിൽക്കാനൊരു ഏറ്റ ആളാണ് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്. വളരെ പിന്നെ ജഡ്ജ് സാർ, നിങ്ങൾ എന്നെ ഗൗരവമായിട്ട് ഇവിടുന്ന് പറഞ്ഞയക്കുന്നതിന് വളരെ നന്ദിയുണ്ട് സാർ. ഹാപ്പിയായിട്ട് ഞാൻ ഫത്തേ ഷൂട്ടിംഗ് തീർക്കും സാർ. ഇത് വളരെ നന്നായിട്ടുണ്ട് സാർ. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ജീവിതം, ഞങ്ങളെപ്പോഴും ജീവിതം എന്ന് വെച്ചാൽ ലൈറ്റ് ക്യാമറ ആക്ഷൻ ആണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ലൈറ്റ്സും ക്യാമറയൊന്നും ഇല്ലാണ്ട് ആക്ഷൻ ചെയ്യുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഒപ്പം ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഇന്ന് മറ്റൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഞാൻ ദൈവത്തിനും കൂടി നന്ദി പറയുന്നു. കാരണം ഇന്ന് ഞാൻ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഇവിടെ നിന്നിരിക്കുന്നതിൽ വളരെ ഹാപ്പിയാണ്. പിന്നെ ഇന്ന് നമ്മുടെ രജത് സാറിൻ്റെ പിറന്നാളും കൂടെയാണ്. സോ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് സാറിനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. സോ ജഡ്ജ് സാർ, നിങ്ങൾ ഒരു പെർമിഷൻ ചെറുതായിട്ട് തന്നാൽ ഞങ്ങളൊരു ചെറിയ കേക്കും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സത്യത്തിൽ എനിക്കൊരു വലിയ സർപ്രൈസ്. ഉറപ്പായിട്ടും സാർ. സാർ, ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് സാർ. കരുതിയിരുന്നത് ഞാനാണ് താങ്കളെ പറ്റി റിസർച്ച് അതെ ചെയ്തത്. സാർ, നിങ്ങൾ മാത്രം ചെയ്താൽ മതിയോ, ഞങ്ങളും കൂടെ ചെയ്യണ്ടേ. താങ്ക് യു സാർ, ഞാൻ പുറത്ത് വന്നോട്ടെ ഒന്ന്. വരൂ. എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരൂ. അടുത്തേക്ക് വരൂ. എല്ലാരും പാടാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ രജത് സാർ, ഹാപ്പി ബർത്ത്ഡേ ടു യു സാർ, ഹാപ്പി ബർത്ത്ഡേ